بسم الله والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ ആയത്താണ്. അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും ഫീമാ ഹും ഫീഹി യഖ്തലിഫൂൻ ഇന്നല്ലാഹ ലാ യഹ്ദീ മൻ ഹുവ കാദിബുൻ കഫാർ. ഈ ആയത്ത് സാമാന്യമായി നമ്മൾ വിശദീകരിച്ചു. അല്ലാമത്തു സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം കൊടുത്തിട്ടുള്ള വിശദീകരണങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇനി നമുക്ക് വായിക്കാനുള്ളത് ഈ പാരഗ്രാഫാണ്. ഐ ഫഹഉലാഇ ഖദ് തറകൂ മാ അമറല്ലാഹു ബിഹി മിനൽ ഇഖ്ലാസ് وتجرؤوا على أعظم المحرمات وهو الشرك وقاسوا الذي ليس كمثله شيء الملك العظيم بالملوك وزعموا بعقولهم الفاسدة ورأيهم السقيم أن الملوك كما أنه لا يوصل إليهم إلا بوجهاء وشفعاء ووزراء يرفعون إليهم حوائج رعاياهم ويستعطفونهم عليهم ويمهدون لهم الأمر في ذلك أن الله تعالى كذلك. അതിലെന്താണ് സഅദി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? ഐ അഥവാ ഫഹഉലായി, മുകളിൽ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇക്കൂട്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയ, അല്ലാഹുവിന് പുറമെ മറ്റു രക്ഷാധികാരികളെ സ്വീകരിച്ചിട്ടുള്ള ആളുകൾ. രക്ഷാധികാരികളെ സ്വീകരിച്ചതിന് അവർ ന്യായം പറയുന്നത് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ സ്വയംഭൂവായിട്ടുള്ള എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥനായ ഉപകാരവും അപകാരവും ചെയ്യാൻ കഴിവുറ്റവനായ റബ്ബിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ മധ്യവർത്തികളായി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ശുപാർശക്കാരായി സ്വീകരിക്കുന്ന ഈ ഔലിയാക്കൾ അവർക്കത്തരം കഴിവുണ്ടെന്ന് ഞങ്ങൾ കരുതുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവര്
ആ കഴിവുകളെല്ലാമുള്ള അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് ന്യായം പറയുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് ഹൗല. ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകൾ. അവരെന്ത് ചെയ്തു? ഖദ് തറകൂ മാ അമറല്ലാഹു ബിഹി, അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുള്ള കാര്യം അതവർ ഉപേക്ഷിച്ചു. തറക്കൂ, അവരുപേക്ഷിച്ചു. അത് തഅക്കീദ് ചെയ്യാനാണ് ഖദ് എന്നുള്ള അദാത്ത് അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. എന്തിനെയാണ് അവർ ഉപേക്ഷിച്ചത്? മാ അമറല്ലാഹു ബിഹി, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം. മാ അമറല്ലാഹു ബിഹി എന്ന് പറഞ്ഞ മാ അതിനെ വിശദീകരിക്കാനാണ് മിന്ന് ലിൽ ബയാൻ, മിനൽ ഇഖ്ലാസ്. അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള കാര്യം ഇഖ്ലാസാണ്, അത് നമുക്കറിയാം. ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, അവിടെ കൽപ്പന തന്നെ ഉണ്ട്. പിന്നെ അതിനെ തഖ്ദീർ ചെയ്ത് രണ്ടാമത് പറയുന്നുണ്ട്, അലാ ലില്ലാഹിദ്ദീനുൽ ഖാലിസ്. അതതിനെ തഖ്ദീർ ചെയ്തതാണ്. ഇങ്ങനെ അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള ഈ ഇഖ്ലാസിനെ, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാക്കണം എന്ന് മാത്രമല്ല, അതിൽ മറ്റ് യാതൊരു തരത്തിലുള്ള ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും കൂട്ടിക്കലർത്താതിരിക്കണം. റിയാ പോലെ, സുംഅത്ത് പോലെ, ദിക്ർ പോലെ, ത്വലബുദ്ദുനിയ പോലെയുള്ള ഭൗതികമായ ലക്ഷ്യങ്ങളൊന്നും അതിൽ കലർത്താതിരിക്കണം. ഇബാദത്ത് അള്ളാഹ്ക്ക് മാത്രമാകണം, മറ്റാർക്കും അതിൽ നിന്ന് ഒരു അംശം പോലും കൊടുക്കരുത്. ആ ഇബാദത്ത് അള്ളാഹുവിന് സമർപ്പിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷ്യങ്ങളൊന്നും അതിൽ കലരാനും പാടില്ല. അപ്പോഴാണ് ഇഖ്ലാസ് ഉണ്ടാവുക. ആ ഇഖ്ലാസ് പുലർത്താനാണ്, ദീൻ കാര്യത്തിൽ മുഴുക്കെ ആ ഇഖ്ലാസ് പുലർത്താനാണ് അള്ളാഹു കൽപ്പിച്ചത്. അത് ഉപേക്ഷിച്ചവരാണവർ. അത് ഉപേക്ഷിച്ചു എന്ന് മാത്രമല്ല, വതജറഉ അലാ അഅ്ളമിൽ മുഹറമാത്ത്, ഏറ്റവും വലിയ, ഏറ്റവും ഗൗരവതരമായ മുഹറമാത്തുകളിൽ ഏറ്റവും ഗൗരവമായത് ചെയ്യാൻ ധൈര്യം കാണിച്ചവരാണ്. തജറഅ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടു. ജുർഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധൈര്യമാണ്. അൽ ജീമു വറാഉ സുമ്മൽ ഹംസത്തു. റജുലുൻ ജരീഉൻ യുഖാലു റജുലുൻ ജരീഉൻ, ധീരൻ എന്നതിന് അങ്ങനെയാ പറയാം. തജറഅ എന്ന് പറയുമ്പോൾ തഫഅല വസ്ൻ എടുക്കുമ്പോ അത് ഉള്ളതിലധികം കാണിക്കുക കൂടി ചെയ്യുന്നു. അത് തഫഅല വസ്നിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ തജറഅ എന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ലാത്തതുമായ ധൈര്യം അവർ കാണിക്കുകയാണ്. എന്തിനാണ് അവർ ധൈര്യപ്പെട്ടത്? അലാ അഅ്ളമിൽ മുഹറമാത്ത്, നിഷിദ്ധമായ കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളതിനുമേൽ, അള്ളാഹ് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവമുള്ളത്. അഅ്ളമുൽ മുഹറമാത്ത് മാഹു വഹുവ ശിർക്ക്, അത് അൽ ഇശ്റാഖു ബില്ലാഹ്, ഇശ്റാഖു ബില്ലാഹിൽ അദീം, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്. വഹുവ അഅ്ളമു മാ ഉസിയല്ലാഹു ബിഹി. ഇഖ്ലാസ് അവർ ഉപേക്ഷിച്ചു. അള്ളാഹ് വിലക്കിയിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഗൗരവതരമായിട്ടുള്ള ശിർക്ക്, അത് ചെയ്യാൻ അവർ ധൈര്യപ്പെടുകയും ചെയ്തു. വഖാസു, അവർ ഖിയാസിലേക്ക് പോയി, താരതമ്യത്തിലേക്ക് പോയി. ഖാസ യഖീസു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖിയാസാക്കുക, താരതമ്യം ചെയ്യാം, ഒന്നിനെ മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാം. താരതമ്യം നടക്കുന്നത് നമ്മുടെ ലൗകിക വിഷയങ്ങളിലാണ്, ഭൗതികമായ കാര്യങ്ങളിലാണ്. ദീനിന്റെ വിഷയങ്ങളിൽ അങ്ങനെ താരതമ്യത്തിന് ഒരു സ്കോപ്പുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ പറഞ്ഞത് അത് അതേപടി സ്വീകരിക്കുക. ഒന്ന് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യേണ്ട കാര്യമല്ല. ഒരു സ്ഥലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും, ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. എന്താണോ പറഞ്ഞത് അതേപടി ചെയ്യാം. അതുകൊണ്ട് ഖിയാസിന് സ്ഥാനമുള്ള ദീനില്, ഖിയാസിന് സ്ഥാനമല്ല, അത് നിഗമനമാണ്. സ്ഥിരപ്പെട്ട വ്യക്തമായ ചില കാര്യങ്ങൾ അവ മുന്നിൽ വെച്ചുകൊണ്ട് സ്ഥിരപ്പെടാത്ത അസ്ഥിരമായ അവ്യക്തമായ നിഗമനങ്ങൾ നെയ്യുന്ന പരിപാടിയാണ് അനലോഗി എന്ന് പറയുന്നത്, ഖിയാസ് എന്ന് പറയുന്നത്. ദീനിൽ ഖിയാസിന് യാതൊരു സ്ഥാനമല്ല.
അത് ഗവേഷണങ്ങളിൽ, ഭൗതികമായ വിഷയങ്ങളിലുള്ള ഗവേഷണങ്ങളിൽ അതിന് വലിയ സ്കോപ്പ് ഉണ്ട് താൻ. അപ്പൊ അതും ഇതും നമ്മൾ കൂട്ടിച്ചേർക്കരുത്. അതുകൊണ്ടാണ് ഇമാമുസ്സുന്ന അൽ മുബജ്ജൽ അഹ്മദ് ബിൻ ഹംബലിൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഉസൂലുസ്സുന്ന എന്ന റിസാലയിൽ പറഞ്ഞത് വലൈസ ഫിസ്സുന്നത്തി ഖിയാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുമ്പാകെ വിശദീകരിച്ച് തന്നിട്ടുള്ള മാർഗത്തിൽ, നമ്മുടെ ഇസ്ലാം ദീനിൽ, നമ്മുടെ മാർഗത്തിൽ ഖിയാസ് അതിനൊരു സ്ഥാനമല്ല. പല കാര്യങ്ങളിലും ചില ആളുകൾ ഖിയാസ് ചെയ്തിട്ടുണ്ട്. ആ ഖിയാസ് ചെയ്ത വിഷയങ്ങളെല്ലാം നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവരും. അതിലൊക്കെ ഖിയാസിനെ ഒഴിവാക്കിയിട്ട് പകരം നിങ്ങൾക്ക് ഞാൻ ആസാറുകൾ തരാം. ഇതാണ് അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഖിയാസിലേക്ക് പോയ ആളുകൾ ഖിയാസിനെ അവലംബിക്കാനുള്ള കാരണം എന്താണ്? അതിന്റെ സാഹചര്യം എന്താണ്? അതിനുണ്ടായ പശ്ചാത്തലം എന്താണ്? അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും വന്നിട്ടുള്ള ഹദീസുകളും ആസാറുകളും ഹിഫ്ള് ചെയ്യാൻ, പരതി തേടിപ്പിടിക്കാനും അത് ഹിഫ്ള് ചെയ്യാനും അവർക്ക് ഞെരുക്കമായി, ബുദ്ധിമുട്ടായി. അപ്പൊ അവര് അത് വിട്ടിട്ട് ഖിയാസിലേക്ക് ചാടി. ഇതാണ് അവർ ചെയ്തത്. എന്നാൽ അസ്ഹാബുൻ നബിയ്യി മുഹമ്മദിൻ അവര് ആസാറുകളിൽ ഒതുങ്ങി നിന്നു. ദീനുൻ നബിയ്യി മുഹമ്മദിൻ അഖ്ബാറു നിഅമൽ മതിയ്യതു ലിൽ ഫതാ ആസാറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ദീൻ, ഇസ്ലാം ദീൻ, അത് അഖ്ബാറുകളാണ്. അത് മനുഷ്യരുടെ ബുദ്ധിയിൽ രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള ഖിയാസുകൾ, താരതമ്യങ്ങൾ, നിഗമനങ്ങളല്ല. നിഅമൽ മതിയ്യതു ലിൽ ഫതാ ആസാറു. ഒരു മനുഷ്യന് എത്ര നല്ലതാണ്, അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും നല്ല വാഹനം ആസാറുകളാണ്, ഖിയാസുകളല്ല. അതുകൊണ്ട് തന്നെ ഇവർ ഈ വിഷയത്തിൽ ചെയ്തത് ഖാസു, ഖിയാസാക്കി. അവര് ഖിയാസാക്കി. ആരെയാണ് അവർ താരതമ്യം ചെയ്തത്? അല്ലദീ ലൈസ കമിസ്ലിഹി ഷൈ. അല്ലദീ ലൈസ കമിസ്ലിഹി ഷൈ. അവന് ഒരു മിസ്ലുമില്ല, യാതൊരുവൻ. അള്ളാഹുവിന് അവനെയാണ് അല്ലദീ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, യാതൊരുവൻ അഥവാ അള്ളാഹു. ലൈസ കമിസ്ലിഹി ഷൈ. അവന് മിസ്ലായിട്ട് ഒന്നുമില്ല, അവന് താരതമ്യമില്ല, അവന് തത്തുല്യമായി ഒന്നില്ല, അവന് സമശീർഷമായി ഒന്നില്ല, അവന് സമനായി ആരുമില്ല. സമന്മാരില്ലാത്ത, തുല്യതയില്ലാത്ത, സമശീർഷരായിട്ട് ആരുമില്ലാത്ത, മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാൻ പാടില്ലാത്ത അള്ളാഹുവിനെ, ലൈസ കമിസ്ലിഹി ഷൈ, അങ്ങനെയുള്ള അള്ളാഹുവിനെ അവർ താരതമ്യം ചെയ്തു. ആരാണവൻ? അൽ മലിക്കൽ അളീം. അല്ലദീ ലൈസ കമിസ്ലിഹി ഷൈ എന്ന് പറയുന്നവൻ അൽ മലിക്കൽ അളീം. അവനാണ് ഏറ്റവും വലിയവനായ മലിക്, ഏറ്റവും വലിയ മലിക്, രാജാധിരാജനായിട്ടുള്ള, തുല്യതയില്ലാത്ത, താരതമ്യമില്ലാത്ത അള്ളാഹുവിനെ അവർ ഖിയാസാക്കി. ആരോട് ഖിയാസാക്കി? ഖാസു ബിൽ മുലൂക്ക്. അവർക്ക് പരിചയമുള്ള ഈ ദുനിയാവിലെ രാജാക്കന്മാരോട് ഖിയാസാക്കി. അപ്പൊ ഖാസുല്ലാഹ ബിൽ മുലൂക്ക് എന്നാണ് ചുരുക്കി മനസ്സിലാക്കാൻ വേണ്ടി. ഖാസുല്ലാഹ്, അള്ളാനെയാണ് അവര് താരതമ്യം ചെയ്തത്. ആരോട്? ബിൽ മുലൂക്ക്, ദുനിയാവിൽ അവർ കണ്ടു പരിചയിച്ചിട്ടുള്ള രാജാക്കന്മാരോട്. ആ അള്ളാഹ് എന്ന് പറയുന്നതിന് പകരം അല്ലദീ ലൈസ കമിസ്ലിഹി ഷൈ എന്നും അൽ മലിക്കൽ അളീം എന്നും പറഞ്ഞു. അതുകൊണ്ട് വാചകം കുറച്ച് നീണ്ടുപോയി, പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരരുത്. ഖാസു എന്നതിന്റെ ഫാഇല് ളമീർ, ബാബുൽ ജമാഅ കാണുന്നില്ലേ? അൽ-ളമീറുൽ മുസ്നദു ഇലൽ ഫിഇൽ ഹും എന്ന ളമീർ ഇസ്നാദ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബാബുൽ ജമാഅത്ത് കാണുന്നത്. ആ ളമീർ അതാണ് അതിന്റെ ഫാഇല്. അതിന്റെ മഫ്ഊലു ബിഹിയാണ് അല്ലദീ എന്നുള്ള അൽ ഇസ്മുൽ മൗസൂൽ. അല്ലദീ ലൈസ കമിസ്ലിഹി ഷൈ എന്ന് പറഞ്ഞാലും അൽ മലിക്കൽ അളീം എന്ന് പറഞ്ഞാലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അള്ളാനെ. അള്ളാനെ അവർ ഖിയാസാക്കി. ഏതിനോട് ഖിയാസാക്കി? ഏതിനോട് താരതമ്യം ചെയ്തു? ബിൽ മുലൂക്ക് അല്ലദീന അറഫഹും.
ഫിദ്ദുന്യ, ദുനിയാവിൽ അവർക്ക് പരിചയമുള്ള രാജാക്കന്മാരോട് ഖിയാസാക്കി. വസഅമു ബിഉഖൂലിഹിം അൽ ഫാസിദ, അവരുടെ അഖ്ല് കൊണ്ട്, അവരുടെ യുക്തി ബുദ്ധി ഉപയോഗിച്ചവർ വാദിച്ചു, അവർ ജൽപ്പിച്ചു. സഅമ എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു കാര്യം വാദിക്കുന്നതിനാണ് സഅമ് എന്ന് പറയാ. മലയാളത്തിലെ ജൽപ്പനം അതാണ് സഅമ്. സഅമു, അവർ വാദിച്ചു. അവർ വാദിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ബിഉഖൂലിഹിം, അവരുടെ യുക്തി കൊണ്ടാണ്, ബുദ്ധി കൊണ്ടാണ്. അവരുടെ ബുദ്ധി, അവരുടെ യുക്തി എന്ന് പറഞ്ഞാൽ ഫാസിദ, അത് കറപ്റ്റഡ് ആയിട്ടുള്ള ബുദ്ധിയാണ്, ശരിയായ ബുദ്ധിയല്ല, തകർന്ന നശിച്ച ബുദ്ധിയാണ്. ആ നശിച്ച കറപ്റ്റഡ് ആയിട്ടുള്ള ബുദ്ധി കൊണ്ട്, ആ ബുദ്ധിയുടെ അല്ലെങ്കിൽ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അവർ വാദിച്ചു. വറഈഹിം അസ്സഖീം, അവരുടെ റഈ കൊണ്ട്, അഖ്ല് ഉഖൂല് ബുദ്ധിയാണ്, റഈ എന്ന് പറഞ്ഞാൽ യുക്തിയാണ്, സഖീം എന്ന് പറഞ്ഞാൽ രോഗാതുരമായ അവരുടെ യുക്തി ഉപയോഗിച്ചുകൊണ്ട് അവർ ജൽപ്പിച്ചു. എന്താണ് അവരുടെ ജൽപ്പനം? അന്നൽ മുലൂക്ക് കമാ അന്നഹു ലാ യൂസലു ഇലൈഹിം, അന്നൽ മുലൂക്ക്, രാജാക്കന്മാർ, അവർ കണ്ടു പരിചയിച്ചിട്ടുള്ള, ഈ ദുനിയാവിൽ അവർ കണ്ടിട്ടുള്ള രാജാക്കന്മാർ, ലാ യൂസലു ഇലൈഹിം, അവരിലേക്ക് ഒരാൾ എത്തുകയില്ല, എത്തിക്കപ്പെടില്ല. ആ രാജാക്കന്മാരുടെ അടുക്കലേക്ക് ഒരാൾ എത്തില്ല, ഒരാളെ എത്തിക്കപ്പെടില്ല. ഇല്ലാ ബിഉജഹ, രാജാക്കന്മാരുടെ അടുക്കൽ പ്രാമുഖ്യം ലഭിക്കുന്ന ആളുകൾ മുഖേനയല്ലാതെ. വജീഹ് എന്നതിന്റെ ബഹുവചനമാണ് വുജഹ. രാജാവിന്റെ അടുക്കലേക്ക് എത്തിപ്പെടുക, രാജാവിന്റെ സദസ്സിലേക്ക് നമുക്ക് കയറി ചെല്ലണമെങ്കിൽ ആരെ പിടിക്കണം? വജീഹായിട്ടുള്ള ഒരാളെ പിടിക്കണം, ഒരു പ്രമുഖനെ പിടിക്കണം. വജീഹ് എന്നുള്ളതിന്റെ ജംആണ് വുജഹ. ലാ യൂസലു ഇലൈഹിം, ലാ യൂസലു ഇലൽ മുലൂക്ക് ഇല്ല അൻ തരീഖിൽ വുജഹ, ഇല്ലാ ബിൽ വുജഹ, ഇല്ലാ ബി വുജഹ, ഏതെങ്കിലും പ്രമുഖരെ പിടിച്ചുകൊണ്ടല്ലാതെ. ഔ വശുഫഅ, അതുപോലെ തന്നെ മധ്യവർത്തികളെ പിടിച്ചുകൊണ്ടല്ലാതെ, ശുപാർശകരെ പിടിച്ചുകൊണ്ടല്ലാതെ. വശഫീർ, മുഫ്രദു ശുഫഅ, ശുഫഅ എന്നതിന്റെ ഏകവചനമാണ് ഷഫീർ, സാക്ഷി, അല്ല ശുപാർശക്കാരൻ. വുസറ, അവരുടെ വുസറാക്കൾ, മന്ത്രിമാര്, ആ രാജാവിന്റെ മന്ത്രിമാരോ, ആ രാജാവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ കഴിവുള്ളവരോ, ആ രാജാവിന്റെ അടുക്കൽ പ്രാമുഖ്യമുള്ളതോ ആയിട്ടുള്ള ആളുകൾ മുഖേനയല്ലാതെ രാജാവിന്റെ അടുക്കലേക്ക് എത്താൻ കഴിയില്ല. യർഫഊന ഇലൈഹിം ഹവായിജ റആയാഹും, ഇത്തരത്തിലുള്ള വുജഹാക്കളും ശുഫആക്കളും വുസറാക്കളും പ്രമുഖരും ശുപാർശകരും മന്ത്രിമാരുമാണ് യർഫഊന, ഉയർത്താറുള്ളത്. ഇലൈഹിം, ഇലൽ മുലൂക്ക്, രാജാക്കന്മാരുടെ അടുക്കലേക്ക് ഉയർത്താറുള്ളത്. എന്ത് കാര്യങ്ങൾ? ഹവായിജ റആയാഹും, അവരുടെ പ്രജകളുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രജകളുടെ ആവശ്യങ്ങൾ രാജാക്കന്മാരുടെ മുന്നിൽ എത്തിക്കാറുള്ളത്, അവരിലേക്ക് ഉയർത്താറുള്ളത് ആരാണ്? അശ്ശുഫഅ വൽ വുജഹ വൽ വുസറ, ഇവരൊക്കെയാണ് എത്തിക്കാറുള്ളത്. വയസ്തഅ്തിഫൂനഹും അലൈഹിം, അവര് കനിവ് ചോദിക്കും, കനിവിന് വേണ്ടി, കനിവ് ചെയ്തു കൊടുക്കാൻ വേണ്ടി, ദയ കാണിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും. ഇസ്തഅ്തഫ, അത്ഫ ആവശ്യപ്പെടും, കനിവ് ആവശ്യപ്പെടും. ഹും, ആ രാജാക്കന്മാരോട്. അലൈഹിം അല റആയാഹും, അവരുടെ പാവങ്ങളായ പ്രജകൾക്കുടെ മേൽ, പ്രജകളോട് കുറച്ച് കനിവ് കാണിക്കണം, അവർക്ക് കുറച്ച് കാരുണ്യം ചെയ്തു കൊടുക്കണം എന്നത് ഇവരാണ് ആവശ്യപ്പെടുക. അൽ വുസറ വൽ വുജഹ വശുഫഅ വയുമഹിദൂന ലഹും അൽ അംറ ഫീ ദാലിക്, ഈ പറഞ്ഞ ആളുകളാണ് യുമഹിദൂന ലഹും, രാജാക്കന്മാർക്ക് വേണ്ടി സൗകര്യപ്പെടുത്തി കൊടുക്കുന്നത്. മഹദ യുമഹിദു എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക. തംഹീദ്, ഒരുക്കി കൊടുക്കുക. ലഹും ഐലിൽ മുലൂക്ക് അൽ അംറ ഫീ ദാലിക്, അക്കാര്യത്തിലുള്ള എല്ലാ വിഷയങ്ങളും. ഇന്നോലൊക്കെയാണ് പാവങ്ങൾ, ഇന്നോലൊക്കെയാണ് അത്യാവശ്യക്കാർ, ഇന്നോർക്ക് ഇന്ന കാര്യങ്ങളാണ് ചെയ്തു കൊടുക്കേണ്ടത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിവരം കൊടുക്കുകയും അതവർക്ക് എത്തിക്കാൻ വേണ്ട സൗകര്യങ്ങളും ഫെസിലിറ്റികളും ഒരുക്കുകയും ചെയ്യുന്നതൊക്കെയാണ് ആരാണ്? ഇമ്മൽ വുജഹ അബിൽ ശുഫഅ അബിൽ വുസറ. ഇതാണ് ദുനിയാവിലെ സ്ഥിതി. ഇങ്ങനെയാണ് രാജാക്കന്മാർ എന്നതിനാൽ അവർ അവരുടെ രോഗാതുരമായ യുക്തിയും അവരുടെ
കറപ്റ്റഡ് ആയിട്ടുള്ള ബുദ്ധിയും വെച്ചുകൊണ്ട് അവർ ബാധിച്ചു അന്നല്ലാഹ തആല കദാലിക, അങ്ങനെയാണ് അള്ളാഹുവും എന്ന് പറഞ്ഞു. ഇതാണ് അവരുടെ സഅ്മ്. അപ്പൊ അവരുടെ വാദം, അവരുടെ സഅ്മ് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നല്ലാഹ കൽ മുലൂക്ക്, അള്ളാഹ് മറ്റു രാജാക്കന്മാരെ പോലെയാണ്. എന്ന് വെച്ചാൽ മറ്റു രാജാക്കന്മാർക്ക് അവരുടെ പ്രജകളുടെ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കണമെങ്കിൽ ഉജഹാക്കളും ശുഫാക്കളും വുസറാക്കളും വേണം. അവരാണ് യർഫഊന ഇലൈഹിം ഹവായിജ റഅയാഹും വയസ്തഅതിഫൂനഹും അലൈഹിം വയുമഹിദൂന ലഹും അൽ-അംറ ഫീ ദാലിക് അന്നല്ലാഹ തആല കദാലിക, അങ്ങനെ തന്നെയാണ് അല്ലാഹ് എന്നവർ വാദിച്ചു. വഹാദൽ ഖിയാസു മിൻ അഫ്സദിൽ അഖീസ, ഈ ഖിയാസ് ഏറ്റവും നശിച്ച ഖിയാസാണ്. ഖിയാസ് എന്നെ മൊത്തം ദീനിന്റെ കാര്യത്തില് പടിക്ക് പുറത്ത് നിർത്തേണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള ഖിയാസ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽ മുലൂക്ക്, അല്ലാഹു തന്റെ പ്രജകളുടെ കാര്യം അത് അറിയുന്നത്, അവരുടെ ആവശ്യങ്ങൾ അള്ളാന്റെ മുന്നിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? രാജാക്കന്മാരുടെ അടുക്കലേക്ക് അവരുടെ മന്ത്രിമാരോ പ്രമുഖരോ ശുപാർശകരോ കാര്യം എത്തിക്കുന്നത് പോലെ അള്ളാഹ്ക്കും കാര്യങ്ങൾ എത്തിക്കുന്ന ചില ശുപാർശക്കാർ വേണം എന്നുള്ള വെച്ച മാതിരി അങ്ങനെ അള്ളാഹിനെ അവർ താരതമ്യം ചെയ്തു. അത് തെറ്റാണ്. ഇത് അഫ്സദിൽ അഖീസ, ഖിയാസുകളിൽ ഏറ്റവും ഫസാദായ, ഏറ്റവും നശിച്ച ഖിയാസാണത്. ഫസാദ്, ഫാസിദ് എന്നതിന്റെ ഇസ്മു തഫ്ളീലാണ് അഫ്സദ്. ഖിയാസ് എന്നതിന്റെ ജംആണ് അഖീസ. ഖിയാസുകളിൽ ഏറ്റവും നശിച്ച ഖിയാസാണ് ഇത്. വഹുവ യതളമ്മനു, കാരണം ഈ ഖിയാസ് അത് യതളമ്മനു, അത് ഉൾക്കൊള്ളുന്നത് അത്തസ്വിയത ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്, ഖാലിഖായ അല്ലാഹുവിനെയും മഖ്ലൂഖുകളെയും തസ്വിയത്ത് ചെയ്യുന്നു, സമീകരിക്കുന്നു എന്നതാണ്. അതിന്റെ സമീകരണമാണ് ഈ ഖിയാസ് ഉൾക്കൊള്ളുന്നത്. അള്ളയും അള്ളാന്റെ പടപ്പുകളും സമമാണ് എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ തെറ്റാണ്. അത്തരത്തിലുള്ള ഒരു സമീകരണം ഉൾക്കൊള്ളുന്നതാണ് ഈ ഖിയാസ്. വഹുവ ഹാദൽ ഖിയാസ് യതളമ്മൻ, അത് ഉൾക്കൊള്ളുന്നു, യഹ്തവി മാദാ യതളമ്മൻ അത്തസ്വിയ, സമീകരണമാണ് ഉൾക്കൊള്ളുന്നത്. ആരെ തമ്മിലാണ് സമീകരിക്കുന്നത്? ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്, ഖാലിഖായ അല്ലാഹ് മഖ്ലൂഖായ സൃഷ്ടികൾ അവരെ സമപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഈ ഖിയാസിന്റെ ഉള്ളടക്കം. മഅ സുബൂത്തിൽ ഫർഖിൽ അളീം, മഅ സുബൂത്തിൽ ഫർഖിൽ അളീം, എന്നാൽ വലിയ വ്യത്യാസമാണ്. ഫർഖ്, ഡിഫറൻസ്, അളീം, ഹ്യൂജ് ആയിട്ടുള്ള വലിയ വ്യത്യാസം ഉണ്ട് എന്നുള്ളത് സ്ഥിരപ്പെട്ടിട്ടുണ്ട് താനും. ഖാലിഖായ അള്ളാഹുവും അവന്റെ മഖ്ലൂഖാത്തും തമ്മിൽ വലിയ ഫർഖുണ്ട് എന്ന കാര്യം സംശയരഹിതമായി സ്ഥിരപ്പെട്ടതാണ്. സുബൂത്ത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. സ്ഥിരപ്പെട്ടിട്ടുള്ളതോടൊപ്പം എന്താണ് സ്ഥിരപ്പെട്ടത്? അൽ ഫർഖ് മഅ സുബൂത്തിൽ ഫർഖിൽ അളീം, വലിയ വ്യത്യാസം ഖാലിഖും മഖ്ലൂഖും തമ്മിലുണ്ട് എന്ന കാര്യം സ്ഥിരപ്പെട്ടിരിക്കെ തന്നെ ഇവർ ഈ വിഷയത്തിൽ എന്ത് ചെയ്യാണ്? വഹും യുസവ്വൂന ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്. ഈ ഖിയാസ് എന്ന് പറഞ്ഞാൽ യതളമ്മനു തസ്വിയത ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്. എന്നാൽ ഖാലിഖും മഖ്ലൂഖും തമ്മിലുള്ള ഫർഖുൻ അളീം അത് സ്ഥിരപ്പെട്ടതാണ്. എങ്ങനെ സ്ഥിരപ്പെട്ടു? അഖ്ലൻ, അള്ളാഹ് മനുഷ്യന് തന്ന ബുദ്ധി തന്നെ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹ് മനുഷ്യന് തന്നിട്ടുള്ള ബുദ്ധിയിൽ തന്നെ അത് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പിന്നെ അഖ്ലിൽ മാത്രമല്ല, വനഖ്ലൻ, നഖ്ലിയായ തെളിവുകളിൽ, അഥവാ അമ്പിയാക്കന്മാര് അള്ളാഹുവിൽ നിന്ന് നമുക്ക് എത്തിച്ചു തന്നിട്ടുള്ള തെളിവാണ് നഖ്ല് എന്ന് പറയുന്നത്. നഖ്ല് കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട്. വഫിത്രത്തൻ, അള്ളാഹു നമുക്ക് നൽകിയ സവിശേഷമായ നമ്മുടെ പ്രകൃതത്തിലും ആ കാര്യം സ്ഥിരപ്പെട്ട് കിടപ്പുണ്ട്. ഫർഖുൻ അളീമുണ്ട് ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ് എന്നുള്ളത് അത് മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഫി അഖ്ലിൽ ഇൻസാൻ വഫി നുഖൂൽ, എല്ലാ നഖലുകളിലും. അള്ളാഹ് ഇറക്കിയ, അള്ളാഹ് നബിമാര് മുഖേന ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള എല്ലാ നഖലിലും അത് സ്ഥിരപ്പെട്ട് കിടപ്പുണ്ട്. അതുപോലെ തന്നെ അത് മുദ്രണം ചെയ്യപ്പെട്ട് കിടക്കുന്നുണ്ട് ഫി ഫിത്വരിൻ നാസ്, ഫിത്രത്തൻ, ഫിത്രത്തിലും. ഫഇന്നൽ മുലൂക്ക്, നിശ്ചയമായും രാജാക്കന്മാർ, ഭൂലോകത്ത് നമ്മൾ അറിയുന്ന രാജാക്കന്മാർ, ഇന്നമ ഹിത്താജു,
അവർക്ക് ആവശ്യമായി വന്നത് ലിൽ വസാത്തത്തി ബൈനഹും വബൈന റആയാഹും, അവർക്കും അവരുടെ പ്രജകൾക്കുമിടയിൽ ഒരു മധ്യവർത്തി വേണം, ഇന്റർമീഡിയറീസ് വേണം എന്നുള്ളത് അതവർക്ക് ആവശ്യമായി വന്നു. എഹ്താജു, രാജാക്കന്മാർക്ക് ആവശ്യമുണ്ട്. എഹ്താജൽ മുലൂക്ക്, എന്തിനാണ് അവർക്ക് ആവശ്യമുള്ളത്? വിസാത്തത്ത്, ഒരു മധ്യസ്ഥത ആവശ്യമുണ്ട്. അവർക്കിടയിൽ ബൈനഹും വബൈന റആയാഹും, അവർക്കും അവരുടെ പ്രജകൾക്കുമിടയിൽ. റഈയത്ത് എന്നാണ് ഏകവചനം, ജംഉഹു റആയ, സബ്ജക്ട് എന്ന് പറയില്ല ഇംഗ്ലീഷിൽ, അതാണ് റഈയത്ത് റആയ. ഒരു രാജ്യത്തിന്റെ പ്രജകൾ എന്നതിനുള്ള വാക്ക് അറബിയിൽ അക്യുറേറ്റ് ആയിട്ട് ഇതാണ് പ്രയോഗിക്കുക, റഈയത്ത്. ഇത് ക്ലാസിക് ആയിട്ടുള്ള പദമാണ്, ക്ലാസിക്കൽ ലിറ്ററേച്ചറിലാണ്. മാമിൻ അഹദിൻ യസ്തറഈഹില്ലാഹു റഈയ, ഏതൊരുവൻ അവനെ അള്ളാഹു ഒരു പ്രജയുടെ കാര്യം ഏൽപ്പിച്ചു. സുമ്മ യമൂതു യൗമ യമൂതു വഹുവ ഗാശുൻ ലിറഈയതി, അങ്ങനെ അയാൾ മരണപ്പെട്ടു പോകുമ്പോൾ അയാൾ മരണപ്പെടുന്നത് പ്രജകളെ വഞ്ചിച്ച ഒരാളായിട്ടാണെങ്കിൽ അള്ളാഹു അയാളെ ഇന്ന രൂപത്തിൽ ശിക്ഷിക്കും എന്ന് പറയുന്ന ഹദീസുകളിൽ. അതുപോലെ തന്നെ കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഈയതിഹി, നിങ്ങളൊക്കെ ഭരണകർത്താക്കളാണ്, നിങ്ങളുടെ പ്രജകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞല്ലോ. അതുകൊണ്ട് സാധാരണ അർ-റാഇ വർ-റഈയ എന്നാണ്, രാജാവും പ്രജകളും എന്നതിന് അറബിയിൽ പ്രയോഗിക്കുന്ന മനോഹരമായ പ്രയോഗം അർ-റാഇ. റാഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവാണ്, റഈയത്ത് എന്ന് പറഞ്ഞാൽ പ്രജകളുമാണ്. അതുകൊണ്ട് തന്നെ രാജാക്കന്മാർക്കും അതുപോലെ തന്നെ അവരുടെ പ്രജകൾക്കുമിടയിൽ വസാത്തത്ത് നടത്താൻ, മധ്യസ്ഥം വഹിക്കാൻ ആവശ്യമുണ്ട്, മധ്യസ്ഥത ആവശ്യമുണ്ട്. എന്തുകൊണ്ട്? ലിഅന്നഹും ലാ യഅലമൂന അഹ്വാലഹും, അത്തരത്തിലുള്ള ഇടയാളന്മാരെ അല്ലെങ്കിൽ മധ്യസ്ഥരെ അവർക്ക് ആവശ്യമായി വരാനുള്ള കാരണം ലിഅന്നൽ മുലൂക്ക് ലാ യഅലമൂൻ, അവർക്കറിയില്ലല്ലോ, അഹ്വാലഹും അഹ്വാല റആയാഹും, അവരുടെ പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയില്ല. ഫയഹ്താജു മൻ യുഅല്ലിം അഹ്വാലിഹിം, അതുകൊണ്ട് തന്നെ ഫയഹ്താജു ആവശ്യമാകുന്നു, മൻ ഒരുത്തൻ ആവശ്യമായി വരുന്നു, യുഅല്ലിമുഹും അവരെ അറിയിക്കുന്ന, ബി അഹ്വാലിഹിം അവരുടെ പ്രജകളുടെ സ്ഥിതിഗതികൾ. യുഅല്ലിമുഹും, അവിടെ ഹും എന്നത് മുലൂക്കിലേക്ക് മടങ്ങും. മൻ യുഅല്ലിമുൽ മുലൂക്ക്, ബി അഹ്വാലിഹിം എന്ന് പറഞ്ഞെടുത്ത ഹിം, ആ ദമീർ മടക്കുന്നത് റആയ എന്നുള്ളതിലേക്കും മടങ്ങും. ദമീർ മടക്കാൻ പഠിച്ചിട്ടില്ലെങ്കിൽ അർത്ഥം കിട്ടൂല. ഞാനൊരു അർത്ഥം പറഞ്ഞ് ഞാൻ നീച്ചു പോയാൽ പിന്നെ നിങ്ങൾ വായിക്കുമ്പോ കിട്ടൂല. അതുകൊണ്ട് ലമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫയഹ്താജു, അതിനാൽ ആവശ്യമായി വരുന്നു, മൻ ഒരുത്തനെ. ആ ഒരുത്തൻ എന്ത് ചെയ്യണം? യുഅല്ലിമു അറിയിച്ചു കൊടുക്കണം, അവൻ അറിയിച്ചു കൊടുക്കണം, ഹും അൽ മുലൂക്ക് രാജാക്കന്മാർക്ക് അറിയിച്ചു കൊടുക്കണം, ബി അഹ്വാലി സ്ഥിതിഗതികളെ കുറിച്ച്, അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി അഹ്വാലി റആയാഹും അവരുടെ പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയിച്ചു കൊടുക്കണം. വറുബ്ബമ ലാ യകൂനു ഫീ ഖുലൂബിഹിം റഹ്മ, വറുബ്ബമ അതിനും പുറമെ ചിലപ്പോൾ, റുബ്ബമ എന്ന് പറഞ്ഞാൽ സംടൈംസ്, ചിലപ്പോൾ, ലാ യകൂനു ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഫീ ഖുലൂബിഹിം ഫീ ഖുലൂബിൽ മുലൂക്ക് രാജാക്കന്മാരുടെ ഹൃദയങ്ങളിൽ, അവരുടെ എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരുടെ ഹൃദയത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റഹ്മത്തുൻ ലി സാഹിബിൽ ഹാജ, ആവശ്യക്കാരോട് ഒരു റഹ്മത്ത് ഉണ്ടായിക്കൊള്ളുന്നില്ല, റഹ്മത്ത് കാരുണ്യം തോന്നിക്കൊള്ളുന്നില്ല. സാഹിബുൽ ഹാജ എന്നാൽ ആവശ്യമുള്ള ആള്, ഒരു അത്യാവശ്യക്കാരൻ, ഒരു രോഗിയാണ്, അയാൾക്ക് ആ രോഗത്തിന് ചികിത്സ കിട്ടണം, ശമനം കിട്ടണം, അത് അയാളുടെ ആവശ്യമാണ്. ഹാജത്ത് അയാൾക്ക് രോഗത്തിന് ചികിത്സയാണ്, രോഗത്തിനുള്ള ശമനമാണ്. ആ ആവശ്യം, ചികിത്സയും ശമനവും ആവശ്യമുള്ള ആള് സാഹിബാണ്, സാഹിബുൽ ഹാജത്താണ്. ആ സാഹിബുൽ ഹാജത്തിനോട് ഒരുപക്ഷെ രാജാവിന് ഒരു കഴിവ് തോന്നിയിട്ടില്ലെങ്കിലോ? ഇങ്ങനത്തെ 100 എണ്ണം കേൾക്കുമ്പോ ചിലപ്പോ ചിലതിലൊന്നും കഴിവ് തോന്നിക്കൊള്ളണമെന്നില്ല, റഹ്മത്ത് തോന്നിക്കൊള്ളണമെന്നില്ല. ഫയഹ്താജു അപ്പോൾ ആവശ്യമായി വരുന്നു, മൻ ഒരുത്തൻ അവിടെ ഉണ്ടാകൽ ആവശ്യമായി വരുന്നു. ആരാണ് ആ ഒരുത്തൻ? യുഅത്തിഫുഹും അലൈഹി, യുഅത്തിഫുഹും ആ രാജാക്കന്മാരോട് അത്ഫ് ചെയ്യാൻ ആവശ്യപ്പെടും.
കനിവ് ചെയ്യണേ എന്ന് ആവശ്യപ്പെടും. ഹും ഹും എന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് രാജാക്കാണ്. യുഅത്തിഫു ഫയഹ്താജു. യഹ്താജു എന്നതിന്റെ ഫാഇലാണ് മൻ. ഒരുത്തൻ ആവശ്യം അവിടെ ഉണ്ടാകേണ്ട ആവശ്യം വരും. ആരാണ് ഒരുത്തൻ? യുഅത്തിഫു, അവനാണ് അത്ഫിന് പ്രേരിപ്പിക്കുക. ഹും, ആ രാജാക്കന്മാരെ. ഹും എന്നുള്ളത് രാജാക്കന്മാരിലേക്ക് മുലൂക്കിലേക്ക് മടങ്ങുന്നു. അലൈഹി അലാ സ്വാഹിബിൽ ഹാജത്തി. അലൈഹി എന്ന് പറയുന്ന ഹി എന്നുള്ള ലമീർ മടങ്ങുന്നത് ഇല സ്വാഹിബ്, സ്വാഹിബിൽ ഹാജ, ആവശ്യക്കാരനോട് അത്ഫ് കാണിക്കണം എന്ന് രാജാക്കന്മാരോട് ആവശ്യപ്പെടുന്ന ഒരാൾ അവിടെ ആവശ്യമായി വരുന്നു. വാചകം കുറച്ച് സിമ്പിളാണ്, പക്ഷെ അതൊന്ന് മനസ്സിലാക്കണം. ചിലപ്പോ രാജാക്കന്മാരുടെ മനസ്സിൽ ഇത്തരക്കാരായ ആളുകളോട് കരുണ തോന്നിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഫയഹ്താജു, ആവശ്യമായി വരുന്നു. മൻ യുഅത്തിഫുഹും, ആ രാജാക്കന്മാരോട് കനിവ് തേടുന്നവൻ ഉണ്ടാകേണ്ട ആവശ്യം വരുന്നു. അലൈഹി, ആരോട് കനിവ് കാണിക്കണമെന്ന്? അലാ സ്വാഹിബിൽ ഹാജ. വയസ്തർഹിമുഹു ലഹും, അതുപോലെ തന്നെ ഒരാൾ ആവശ്യമായി വരുന്നു, ഒരു മധ്യവർത്തിയോട് ആവശ്യമായി വരുന്നു. ആ മധ്യവർത്തി എന്ത് ചെയ്യുന്നു? യസ്തർഹിമു, കാരുണ്യം ചോദിക്കുന്നു. ഹു, രാജാവിനോട്. ലഹും, അവർക്ക് വേണ്ടി. അത് വാചകത്തിൽ ഇതുവരെ പറഞ്ഞു വന്ന ആ പാറ്റേണിൽ നിന്ന് മാറിയാണ്. അതുകൊണ്ടാണ് അത് ഒരു കൗസിൽ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ യസ്തർഹിമുഹും ലഹു എന്നാണ് പറയേണ്ടിയിരുന്നത്. യസ്തർഹിമു, അയാൾ കാരുണ്യം ചോദിക്കണം. ഹും, രാജാക്കന്മാരോട്. ലഹു ലി സാഹിബിൽ ഹാജ എന്നാണ് വരേണ്ടത്. പക്ഷെ അവിടെ തിരിച്ചു പറഞ്ഞു. അവിടെ യസ്തർഹിമുഹു എന്ന് പറഞ്ഞാൽ അപ്പോ രാജാവിനെ മനസ്സിൽ കണ്ടിട്ട് യസ്തർഹിമുൽ മലിക്, അയാൾ ആ മധ്യവർത്തി കാരുണ്യം തേടുന്നു. അൽ മലിക്, രാജാവിനോട്. ലഹും എന്ന് പറഞ്ഞാൽ ലിറഅയാഹും, അവരുടെ പ്രജകൾക്ക്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് ബൈനൽ മഅകൂഫത്തൈൻ, മഅകൂഫത്തിന്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത്. രണ്ട് ബ്രാക്കറ്റിന്റെ ഇടയിൽ അത് കൊടുക്കാനുണ്ടായ കാരണം അതാണ്. വയഹ്താജൂന ഇല ശുഫഅ, മാത്രമല്ല വയഹ്താജൂന, രാജാക്കന്മാർക്ക് ആവശ്യമായി വരും. ഇല ശുഫഅ, ശുപാർശക്കാരെ അവർക്ക് ആവശ്യമായി വരും. വൽ വുസറ, മന്ത്രിമാരെ അവർക്ക് ആവശ്യമായി വരും. വയഖാഫൂന മിൻഹും, ചിലപ്പോൾ ഈ ശുപാർശക്കാരെയും ഈ മന്ത്രിമാരെയും രാജാവിന് തന്നെയും ഒരു ചെറിയ വേട്ടയായിരിക്കും, പേടിയായിരിക്കും. കാരണം അവർ ശരിക്ക് കാര്യം പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ പ്രജകളുടെ കാര്യം എനിക്ക് കിട്ടൂലല്ലോ. അവരെന്നെ പറ്റിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ആ കാര്യം മനസ്സിലാക്കാൻ സമയമെടുക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുമല്ലോ. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ചൊരു ചെറിയ പേടി ഉണ്ടായിരിക്കും. ഫയഖ്ളൂന ഹവായിജ മൻ തവസ്സതു ലഹും, ഫയഖ്ളൂന, അപ്പോൾ നിറവേറ്റിക്കൊടുക്കും. ഖളാ യഖ്ളി, അതിന്റെ ബഹുവചനമാണ് യഖ്ളൂന. യഖ്ളി, യഖ്ളിയാനി, യഖ്ളൂന. ഫ, അപ്പോൾ യഖ്ളൂന, അവർ അഥവാ രാജാക്കന്മാർ, അവർ നിറവേറ്റിക്കൊടുക്കും. യഖ്ളൂനന്റെ ഫാഇല് അൽ-ലമീറുൽ മുസ്നദു ഇലൈഹി, വാവുൽ ജമാഅ കാണുന്നില്ലേ? അവർ, ആ ലമീർ എങ്ങോട്ടാണ് മടങ്ങുന്നത്? ഇലൽ മുലൂക്ക്. ഫയഖ്ളൂന, അവർ അഥവാ രാജാക്കന്മാർ നിറവേറ്റിക്കൊടുക്കും. ഹവായിജ, ആവശ്യങ്ങളെ. മൻ തവസ്സതു ലഹും, ആരുടെ ആവശ്യം? മൻ, ഒരുത്തരുടെ. തവസ്സതു, അവർ അഥവാ മുസറാക്കളും ശുഫാക്കളും മധ്യസ്ഥം വഹിച്ചിട്ടുണ്ട്. ലഹും, അവർക്ക് വേണ്ടി. ഈ രാജാവിന്റെ മന്ത്രിമാരും ശുപാർശകരും ഏതൊരുത്തർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം നിന്നുവോ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും രാജാവ്. കാരണം ഈ രാജാവിന് ഈ മന്ത്രിന് ആവശ്യമാണ് ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിന്. ഈ രാജാവിന് ഈ ശുപാർശക്കാരന് ആവശ്യമാണ് ചില കാര്യങ്ങൾക്ക്. അതുകൊണ്ട് രാജാവിന് തന്നെയും മന്ത്രിമാരെ കുറിച്ചും ശുപാർശക്കാരെ കുറിച്ചും ഒരു വേട്ടയുണ്ട്. ഫയഖാഫൂന മിന്നും, അതുകൊണ്ട് അവർ പറയുന്നത് മുഴുവനും തള്ളിക്കളയാൻ കഴിയില്ല. നാട്ടിലെ സ്ഥിതി അങ്ങനെയാണ്. യഖ്ളൂന ഹവായിജ മൻ തവസ്സതു ലഹും, അവർ ആർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുവോ, ഇടനില നിന്നുവോ അവരുടെ കാര്യങ്ങൾ രാജാവ് നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. മുറാഅത്തൻ ലഹും, അത് ആ കക്ഷികളോടുള്ള താല്പര്യം കൊണ്ടല്ല. മുറാഅത്തൻ ലഹും, മധ്യസ്ഥം നിന്നിട്ടുള്ള, ഇടനിലക്കാരായി നിന്നിട്ടുള്ള മന്ത്രിമാരുടെയും ശുപാർശക്കാരുടെയും അവരെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടി, അവരെ പരിഗണിക്കാൻ വേണ്ടി. മുറാഅത്ത്, പരിഗണിക്കാൻ വേണ്ടി. പരിഗണിക്കുക. റസൂലുള്ളാഹിനോട് ജൂതന്മാർ വന്നിട്ട് പറഞ്ഞില്ലേ, റാഇന, ഞങ്ങളെ പരിഗണിക്കൂ. അവരത് ദ്വയാർത്ഥ പ്രയോഗമാണ് നടത്തിയത്. റാഇന എന്ന് പറഞ്ഞാൽ അമ്രാണെങ്കിൽ ഞങ്ങളെ പരിഗണിക്കൂ എന്നാണ് അർത്ഥം വരിക.
അതിനെ റാഇൻ എന്ന ഇസ്മു ഫായിലാക്കിയിട്ട് എടുക്കുകയാണെങ്കിലോ ഞങ്ങളുടെ ഇടയച്ചക്ക എന്നൊരു അപമാനത്തിന്റെ ധ്വനി അതിലുണ്ട്. ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം ജൂതന്മാര് നടത്തിയതിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് അള്ള പറഞ്ഞു അങ്ങനെ റാഴിനാന്ന് പറയരുത്, ഇസ്മഉ വല്ലുറു എന്ന് പറയണം. ഞങ്ങൾ പറയണതും കേൾക്കൂ, ഞങ്ങളെയും കാണൂ എന്ന് പറയൂ. ലാ തഖൂലു റാഴിന, നിങ്ങൾ റാഴിനാന്ന് പറയരുത്. അത് ദ്വയാർത്ഥ പ്രയോഗമാണ്. ദ്വയാർത്ഥ പ്രയോഗം അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെയുള്ള ചതിപ്രയോഗങ്ങൾ അല്ലെങ്കിൽ വഞ്ചനകൾ, സൂചനകൾ ഇതൊന്നും ഒരു മുസ്ലിമിന് പറ്റിയതല്ല. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് റാഅ യുറാഇ, അതിന്റെ മസ്ദറാണ് ഇവിടെ മുറാഅത്ത്. മുറാഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിഗണിക്കുക. മുറാഅത്തൻ ലഹും, ഈ രാജാക്കന്മാര് അവരുടെ ഉസറാക്കളെയും ശുഫാക്കളെയും പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നിറവേറ്റി കൊടുക്കുന്നത്. ചിലപ്പോൾ ആവശ്യക്കാരനോടുള്ള റഹ്മത്തും ഉണ്ടായിക്കൊണ്ടെന്നില്ല. മുദാറാത്തൻ ലിഖവാത്തിരിഹിം, രാജാക്കന്മാർ അവരുടെ അഥവാ മുസറാക്കളുടെയും ശുഫാക്കളുടെയും മനസ്സ് ഒന്ന് നന്നാക്കാൻ വേണ്ടിയിട്ടും അവരുടെ മനസ്സ്, അവരുടെ മനോനില ഒന്ന് ശരിക്ക് സോപ്പാക്കി നിർത്താൻ വേണ്ടിയിട്ടും. മുദാറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. മുദാറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ഒപ്പിക്കുക, സോപ്പാക്കുക. എന്താണ് ഒപ്പിക്കുന്നത്? ലിഖവാത്തിരിഹിം, അവരുടെ മനസ്സുകളെ. ഖവാത്തിർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സാണ്. ഖാത്തിറക്ക് സാധാരണ അറബിയിൽ പറയും. നമ്മൾ ആ വാക്ക് അവര് പറയുന്നത് നമുക്ക് സംസാരത്തിൽ മനസ്സിലാകാറില്ല. അലഷാനക്, അല ഖാത്തിരിക്, ഖാത്തിറക്, നിന്റെ മനസ്സിന് വേണ്ടി, നിന്റെ മനസ്സിനെ ഒന്ന് ഞാൻ ഒപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഖാത്തിർ. അതിന്റെ ബഹുവചനമാണ് ഖവാത്തിർ. അവരുടെ മനസ്സ് ഒന്ന് സോപ്പിടാൻ വേണ്ടിയിട്ട്, അവരൊന്ന് പരിഗണിക്കാൻ വേണ്ടി, അവരാർക്ക് വേണ്ടി മധ്യസ്ഥം പറഞ്ഞുവോ അവരുടെ ആവശ്യങ്ങൾ രാജാക്കന്മാർ നിറവേറ്റി കൊടുക്കുകയും ചെയ്യും. വഹും അൽ മുലൂക്ക്, അവർ രാജാക്കന്മാർ, അവർ ഐളൻ, അവരും ഫുഖറാ, സത്യത്തിൽ ആവശ്യക്കാരാണ്. അളവില്ലാത്ത വിഭവങ്ങളുള്ളവരൊന്നുമല്ല രാജാക്കന്മാർ. ഏത് രാഷ്ട്രമാണെങ്കിലും ഏത് രാജാവാണെങ്കിലും, അന്ന് ഒരു അമേരിക്ക ആണെങ്കിലും ശരി, എലോൺ മസ്ക് ആണെങ്കിലും ശരി, രാജാവാണെങ്കിലും ശരി, രാഷ്ട്രമാണെങ്കിലും ശരി, അവരുടെ റിസോഴ്സ് ലിമിറ്റഡ് ആണ്. അതിന് പരിധിയില്ലായൊന്നുമില്ല, കുറച്ച് കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവരും ഫുഖറ, ആവശ്യക്കാർ തന്നെയാണ്. ഖദ് യംനഊൻ, ചിലപ്പോൾ അവരെന്ത് ചെയ്യും? അവരാവശ്യക്കാരായതിനാൽ ചിലപ്പോൾ രാജാക്കന്മാർ തടുത്തുന്ന് വരും. ലിമാ യഖ്ശൗന മിനൽ ഫഖർ, ലിമാ യഖ്ശൗൻ, അവർക്ക് പേടിയുള്ളതിനാൽ, മിനൽ ഫഖർ, അവർക്കും ദാരിദ്ര്യമോ അല്ലെങ്കിൽ ഇല്ലായ്മയോ വരുമെന്ന് പേടിക്കുന്നതിനാൽ. ഇതൊക്കെയാണ് നാട്ടിലെ രാജാക്കന്മാരുടെ സ്ഥിതി. ഈ അവസ്ഥകളൊന്നും അള്ളാഹുവുമായി താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. അഹ്വാലുൽ മുലൂക്ക്, രാജാക്കന്മാരുടെ ഹാലുകൾ, അതിന്റെ ഒരു കാര്യവും അള്ളാഹുവുമായി താരതമ്യമുള്ളതല്ല എന്ന് പറയാനാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, വഹാദൽ ഖിയാസു മിൻ അഫ്സദിൽ അഖീസ് വഹുവ യതളമ്മനു തസ്വിയത ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ് മഅ സുബൂത്തിൽ ഫർഖിൽ അളീം. അൽ ഫർഖുൽ അളീം ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ് എന്നുള്ളത് സാബിത്താണ്. എങ്ങനെ സാബിത്താണ്? അഖ്ലൻ വനഖ്ലൻ വഫിത്രത്തൻ. കാരണം നമ്മൾ കാണുന്ന വാക്കുകളിലുള്ളത് യഥാർത്ഥത്തിൽ സംഭവ ലോകത്ത് നടക്കുന്നത്. ഇന്നൽ മുലൂക്ക് ഇന്ന മഹ്താജു ലിൽ വിസാത്തത്തി ബൈനഹും വബൈന റആയാഹും, രാജാക്കന്മാർക്ക് ഇങ്ങനെ മധ്യസ്ഥന്മാര്, ഇടനിലക്കാർ ആവശ്യമാണ് അവരുടെ പ്രജകൾക്കിടയിൽ. കാരണം ലിയന്നഹും ലാ യഅലമൂന അഹ്വാലഹും, പ്രജകളുടെ കാര്യം മുഴുവനും അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഫയഹ്താജു മൻ യുഅല്ലിമുഹും ബിഅഹ്വാലിഹിം, അവരുടെ സ്ഥിതിഗതികൾ അറിയിച്ചു കൊടുക്കുന്ന ആളുകളെ, ഇടയാളന്മാരെ അവർക്ക് ആവശ്യമായി വരുന്നു. വറുബമാ ലാ യകൂനു ഫീ ഖുലൂബിഹിം റഹ്മത്തൻ ലിസാഹിബിൽ ഹാജ, ചിലപ്പോൾ ആവശ്യക്കാരോട് രാജാവിന്റെ മനസ്സിൽ റഹ്മത്ത് തോന്നിക്കൊള്ളണമെന്നില്ല. ഫയഹ്താജു മൻ യുഅത്തിഫുഹും അലൈഹി വയസ്തർഹിമുഹും ലഹും, അതുകൊണ്ട് തന്നെ അവരോട് കനിവും അവർക്ക് റഹ്മത്തും വാങ്ങിക്കൊടുക്കാൻ അതിന് പ്രേരിപ്പിക്കുന്ന ആളുകളെ ആവശ്യമായി വരും. വയഹ്താജൂന ഇല ശുഫാ വൽ വുസറ, നാട്ടു നടപ്പിൽ നമ്മൾ കാണുന്ന രാജാക്കന്മാർക്ക് ഉസറാക്കളെയും ശുഫാക്കളെയും ആവശ്യമാണ്. അവരെ ഒരു പരിധിവരെ പേടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഫയഖ്ലൂന ഹവായിജ മൻ തബസ്സതു ലഹും, ആർക്ക് വേണ്ടിയാണോ മധ്യസ്ഥം നിൽക്കുന്നത് അവരുടെ കാര്യങ്ങൾ രാജാക്കന്മാർ നിറവേറ്റിക്കൊടുക്കും. അത് മുറാഅത്തൻ ലഹും, ഈ ഇടയാളന്മാരുടെയും മധ്യസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും അവരെയും പരിഗണിക്കാൻ വേണ്ടിയിട്ടാണ്. മുദാറാത്തൻ ലിഖവാത്തിരിഹിം, അവരുടെ മനസ്സ് ഒന്ന് സോപ്പാക്കി ഒന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. വഹും അയ്ളൻ ഫുഖറ, അതിനെല്ലാം പുറമെ ഈ രാജാക്കന്മാർ തന്നെയും ആവശ്യക്കാരാണ്.
അത് യംനഊന ലിമാ യഖ്ശൗന മിനൽ ഫഖർ, അവർക്ക് ഫഖർ ഭയമുള്ളതിനാൽ ചിലപ്പോ അവര് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ തയ്യാറായിക്കൊള്ളുന്നില്ല, തടുത്തു എന്നും വന്നേക്കാം. എന്നാൽ ഈ അവസ്ഥകളിൽ ഒന്നും അള്ളാഹുവുമായി ഒത്തുപോകില്ല. വഅമ്മർ റബ്ബു തആല, എന്നാൽ റബ്ബ് അല്ലാഹ്, തആല ദിക്റുഹു, ഉന്നതനായ അല്ലാഹ്, വഹുവല്ലദീ അഹാത ഇൽമുഹു ബിളവാഹിരിൽ ഉമൂരി വബവാത്തിനിഹ. അള്ളാന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഫഹുവല്ലദീ, അള്ളാഹു ആരാണ്? അവൻ യാതൊരുവനാണ്. അഹാത്ത ഇൽമുഹു, അവന്റെ അറിവ് ചൂഴ്ന്നു നിൽക്കുന്നു. അവൻ യാതൊരുവനാണ്, അവന്റെ അറിവ് ചൂഴ്ന്നു നിൽക്കുന്നു. എന്തിനെയെല്ലാം? ബിളവാഹിരിൽ ഉമൂരി വബവാത്തിനിഹ, കാര്യങ്ങളുടെ വാഹിറുകളെ, അതിന്റെ ബാഹ്യമായ വശങ്ങളെ, വബവാത്തിനിഹ, കാര്യങ്ങളുടെ ആന്തരികമായ വശങ്ങളെയും. അപ്പോ ബാഹ്യവും ആന്തരികവുമായ വശങ്ങളും തലങ്ങളും ചൂഴ്ന്നു നിൽക്കുന്നു അവന്റെ അറിവ്. അങ്ങനെയുള്ളവനാണ് അള്ളാഹു. അള്ളാഹ് നാട്ടിലെ രാജാക്കന്മാരെ പോലെയല്ല. അവർക്ക് കൊട്ടാരത്തിലിരുന്നാൽ പ്രജകളുടെ ഇടയിൽ നടക്കുന്ന മുഴുവനും അറിയാൻ കഴിയില്ല എന്നതുപോലെയല്ല അള്ളാഹ്. അള്ളാന്റെ അറിവ് എന്ന് പറഞ്ഞാൽ അഹാത ഇൽമുഹു ബിളവാഹിരിൽ ഉമൂരി വബവാത്തിനിഹ, ലാഹിർ ലവാഹിർ, ബാത്തിന് ബവാത്തിന്, ബാഹ്യമായത് ആന്തരികമായത്, കാര്യങ്ങളുടെ ബാഹ്യമായ വശങ്ങളും ആന്തരികമായ വശങ്ങളും പൂർണ്ണമായും അള്ളാഹ് അറിയുന്നു. അത് അള്ളാന്റെ അറിവ് അതിനെ ചൂഴ്ന്നു നിൽക്കുന്നു. അല്ലദീ ലാ യഹ്താജ്, അവൻ യാതൊരുവനാണ്. ലാ യഹ്താജു, അവൻ ആവശ്യമില്ല. മൻ യുഖ്ബിറുഹു, അവനോട് ചെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളിലേക്ക് അവൻ ആവശ്യമില്ല. അഖ്ബറ യുഖ്ബിറു, ഖബർ നൽകുന്ന, വിവരം പറഞ്ഞു കൊടുക്കുന്ന ഒരാളെ അള്ളാഹ്ക്ക് ആവശ്യമില്ല. എന്ത് വിവരം? ബിഅഹ്വാലി റഇയ്യതിഹി വഇബാദിഹി, അവന്റെ അടിയാറുകളുടെയും പ്രജകളുടെയും സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിവരം നൽകുന്ന ഒരാളെ അള്ളാഹുവിന് ആവശ്യമേയില്ല. വഹുവ തആല അർഹമുർ റഹീമീൻ. പിന്നെ ചിലപ്പോ പ്രജകളോട് കനിവ് തോന്നിക്കോളണം, കരുണ തോന്നിക്കോളണം എന്നില്ല എന്ന് പറഞ്ഞല്ലോ സാധാരണ നാട്ടിലെ ഭൂലോകത്തുള്ള രാജാക്കന്മാരുടെ കാര്യത്തിൽ. എന്നാൽ അള്ളാഹു മറിച്ചാണ്. അവൻ തആല, വഹുവ തആല, അവൻ ഉന്നതനായ അവൻ, അർഹമുർ റഹീമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും അധികം കരുണ ചെയ്യുന്നവനാണ്. ഇവിടെ ആരൊക്കെ കരുണ ചെയ്യുന്നുണ്ടോ, അത് മനുഷ്യനാകട്ടെ മൃഗമാകട്ടെ നമ്മുടെ അറിവിൽപ്പെട്ട ജീവികളാകട്ടെ അറിവിൽപ്പെടാത്തവരാകട്ടെ, ആര് ഏതൊക്കെ കോലത്തിൽ കരുണ ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹു കൊടുത്ത കാരുണ്യത്തിൽ നിന്നാണ് അവർ റഹ്മത്ത് ചെയ്യുന്നത്. അവന്റെ കാരുണ്യത്തെ 100 വീതിച്ചതിൽ ഒരു വീതം അവൻ അവന്റെ സൃഷ്ടികൾക്കിടയിൽ വീതം ചെയ്തിരിക്കുന്നു, ഭാഗിച്ചിരിക്കുന്നു. അതിൽ നിന്ന് കിട്ടിയത് വെച്ചാണ് ഏതൊരുത്തരും ഇവിടെ റഹ്മത്ത് ചെയ്യുന്നത്. എന്നാൽ അള്ളാന്റെ കാരുണ്യം അതെത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ അവൻ അർഹമുർ റഹീമീൻ, കാരുണ്യം ചെയ്യുന്നവരിൽ ഏറ്റവും അർഹമായിട്ടുള്ളവനാണ്. വ അജ്വദുൽ അജ്വദീൻ, ജൂദ് ദാനം, ജൂദുൻ എന്ന് പറഞ്ഞാൽ ദാനം എന്നാണ്. അജ്വദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇസ്മു തഫ്ളീലാണ്, ഏറ്റവും അധികം ജൂദ് ചെയ്യുന്നവനാണ്. അൽ അജ്വദീൻ, ജൂദ് ചെയ്യുന്നവരിൽ ഏറ്റവും അധികം ജൂദ് ചെയ്യുന്നവനാണ്, ദാനം ചെയ്യുന്നവനാണ്. അള്ളാഹ് കൊടുത്താൽ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അതാണ് അള്ളാഹ് കൊടുക്കുന്ന രീതി. നമ്മൾ കാണുന്നില്ലേ ലോകം. അള്ളാഹ് ചിലർക്ക് കൊടുത്താൽ ലാമാനി അലിമ അഅ്തൈത്, അള്ളാഹുവെ നീ കൊടുത്തവർ, നീ ആർക്കെങ്കിലും കൊടുത്താൽ അത് തടുക്കാൻ ആർക്കും കഴിയില്ല. അതിനൊരു കയ്യും കണക്കുമില്ല. യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ചിലർക്ക് അള്ളാഹ് യബ്സുത്തുർ റിസ്ഖ്, അവൻ എല്ലാ വിഭവങ്ങളും സമൃദ്ധമായി നൽകും. വയഖ്ദിർ, ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിമിതമായിട്ടേ കൊടുക്കുള്ളൂ. ആർക്ക് പരിമിതമായി കൊടുക്കണം, ആർക്ക് സമൃദ്ധമായി കൊടുക്കണം, അത് അള്ളാന്റെ ഹിക്മത്താണ്. അള്ളാഹുവിന് ചില ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുണ്ട്, ചില പദ്ധതികളുണ്ട്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളും ആ പദ്ധതികളും അനുസരിച്ച് അവൻ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അവൻ അജ്വദുൽ അജ്വദീൻ, ദാനം ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി ദാനം ചെയ്യുന്നവനാണ്. അർഹമുർ റഹീമീൻ, റഹ്മത്ത് കാണിക്കുന്നവരിൽ ഏറ്റവും റഹ്മത്ത് കാണിക്കുന്നവനാണ്. ലാ യഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിഹി, അവന് ആവശ്യമേ ഇല്ല. ലാ യഹ്താജ് ഇലാ അഹദിൻ, ഒരാളെയും അവൻ ആവശ്യമില്ല.
മിൻ ഖൽഖിഹി, തന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളെയും അള്ളാഹ്ക്ക് ആവശ്യമില്ല. എന്തിന്? യജ്അലുഹു റാഹിമൻ ലിഇബാദിഹി, യജ്അലുഹു, അവൻ അള്ളാഹുവിനെ ആക്കി തീർക്കുന്നു, റാഹിമൻ ലിഇബാദിഹി, തന്റെ അടിയാറുകളോട് കരുണ ചെയ്യുന്നവനാക്കി തീർക്കുന്നു. അള്ളാഹ്ക്ക് അങ്ങനെ ഒരു കാരുണ്യം തോന്നുന്നില്ല. അപ്പൊ പറഞ്ഞിട്ട് കുറച്ച് കാരുണ്യം ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അത് ഇല്ലാത്തവനാണ് അള്ളാഹ്. ഭൂലോകത്തെ രാജാക്കന്മാർക്ക് അതൊക്കെ വേണ്ടിവരും. എന്നും നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മുന്നിൽ വരികയും അവർക്കൊക്കെ കുറെ കനിവും കാരുണ്യവും ഒക്കെ ചെയ്തു കൊടുക്കുന്ന രാജാക്കന്മാർക്ക് ഇത് കേട്ട് കേട്ട് അവരുടെ മനസ്സ് കല്ലായി പോയിട്ടുണ്ടാവും. അപ്പോ ഈ കക്ഷികളുടെ കാര്യം വളരെ ദയനീയമാണ്. അവരോടൊരു കനിവ് കൊടുക്കണേ, അവർക്കൊരു കരുണ കാണിക്കണേ എന്നവരെ പ്രേരിപ്പിക്കേണ്ട മന്ത്രിമാര് അല്ലെങ്കിൽ ശുഫാക്കൾ ആവശ്യമാണ്. എന്നാൽ അള്ളാഹു അങ്ങനെയുള്ളവനല്ല. അവൻ ആവശ്യമില്ല. ഇലാഹദിൻ മിൻ ഖൽഖിഹി മൻ യജ്അലുഹു റാഹിമൻ ലിഇബാദിഹി, തന്റെ അടിയാറുകൾക്ക് റഹ്മത്ത് ചെയ്യുന്നവനായി അള്ളാഹുവിനെ ആക്കി തീർക്കാൻ, പ്രേരിപ്പിക്കാൻ ഏതെങ്കിലും ഒരാളെ തന്റെ സൃഷ്ടികളിൽ നിന്ന് അള്ളാഹുവിന് ആവശ്യമില്ല. ബൽ ഹുവ അർഹമു ബിഹിം മിൻ അൻഫുസിഹിം വവാലിദീഹിം, മറിച്ച് ഹുവ അള്ളാഹു അർഹമു ബിഹിം, അവന്റെ അടിയാറുകളോട് ഏറ്റവും കൂടുതൽ റഹ്മത്ത് ചെയ്യുന്നവനാണ്. മിൻ അൻഫുസിഹിം, ആ അടിയാറുകൾക്ക് അവരോട് തോന്നുന്ന കാരുണ്യത്തെക്കാൾ കൂടുതൽ കനിവ് അള്ളാഹ്ക്ക് അവരോട് ഉണ്ട്. വവാലിദീഹിം, അവർക്ക്, മിൻ അൻഫുസിഹിം വവാലിദീഹിം, അവരോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അവരോട് കാണിക്കുന്ന കനിവിനേക്കാൾ കവിഞ്ഞ, അതിൽ കൂടിയ കനിവ് അള്ളാഹു തന്റെ ഇബാദുകൾക്ക് ചെയ്തു കൊടുക്കുന്നവരാണ്. അള്ളാഹ് അർഹമാണ് ബിഹിം ബിഇബാദിഹി, ഏതിനേക്കാൾ, ആരെക്കാൾ? മിൻ അൻഫുസിഹിം വവാലിദീഹിം, അവർക്ക് അവരോട് തോന്നുന്ന കരുണയേക്കാൾ, അവരുടെ മാതാപിതാക്കൾക്ക് അവരോട് തോന്നുന്ന കരുണയേക്കാൾ അള്ളാഹുവിന്, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണല്ലോ, അറിയാം. ഒരു സ്ത്രീ യുദ്ധത്തിന്റെ സമയത്ത് ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട സ്ത്രീ ആകെ വേവലാതിപ്പെടുന്നത് കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനാരോ നഷ്ടപ്പെട്ടു പോയ, വേർപിരിഞ്ഞു പോയിട്ടുള്ള കുട്ടികളെ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നു. ആ അമ്മ കുഞ്ഞിനെ തിരിച്ചറിയുകയും അങ്ങനെ വാരിപ്പുണർന്ന് തന്റെ മാറോട് ചേർത്ത് അതിന് മുലയൂട്ടുകയും ചെയ്യുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് പ്രസിദ്ധാണ്. നിങ്ങൾ കാണുന്നില്ലേ ആ സ്ത്രീ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന ആ സ്നേഹം, ആ വാത്സല്യം, ആ കാരുണ്യം. ലല്ലാഹു അർഹമു ബിഇബാദിഹി മിൻഹ, അല്ലാഹു ആ സ്ത്രീയേക്കാൾ, ആ സ്ത്രീ അവരുടെ കുഞ്ഞിനോട് കാരുണ്യം കാണിക്കുന്നതിനേക്കാളും എത്രയോ കൂടുതൽ അവന്റെ ഇബാദുകളോട് കാരുണ്യം കാണിക്കുന്നവനാണ്. നിങ്ങൾ കരുതുന്നുവോ നബി അവരോട് ചോദിച്ചത് ത്വാരിഹത്തൻ വലദഹ ഫിന്നാർ, ഈ സ്ത്രീ അവരുടെ കുഞ്ഞിനെ കൊണ്ടുപോയി തീയിലിടുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്നാൽ അള്ളാഹു അവന്റെ അടിയാറുകളെ തീയിലേക്ക് അയക്കണമെന്ന് ഉദ്ദേശിക്കുന്നവനല്ല. അവൻ, ഈ സ്ത്രീ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും എത്രയോ കൂടിയ കാരുണ്യം അവന്റെ അടിയാറുകളോട് കാണിക്കുന്നവനാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരാൾ സ്വന്തത്തോട് അല്ലെങ്കിൽ മാതാപിതാക്കൾ അവരുടെ മക്കളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും വലിയ കാരുണ്യം അള്ളാഹു അവന്റെ അടിയാറുകൾക്ക് ചെയ്യുന്നവനാണ്. വഹുവല്ലദീ യഹുസ്സുഹും, അവനാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. വയദ്ഉഹും, അവരെ വിളിക്കുന്നത്. ഇലൽ അസ്ബാബ്, കാരണങ്ങളിലേക്ക് വിളിക്കുന്നത് അള്ളാഹു തന്നെയാണ്. ഏത് കാരണങ്ങളിലേക്ക്? അല്ലത്തി യനാലൂന ബിഹാ റഹ്മത്തഹു, ആ കാരണങ്ങളിലൂടെ അവർക്ക് അവന്റെ കാരുണ്യത്തെ നേടാൻ സാധിക്കുകയുള്ളൂ. അള്ളാന്റെ കാരുണ്യം നേടാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണ്? ആ കാരണങ്ങൾ ഇതൊക്കെയാണ്. അതിലേക്ക് വരൂ എന്ന് പറഞ്ഞിട്ട് ആ കാരണങ്ങളിലേക്ക് അവരെ ക്ഷണിക്കുന്നത്, അതിലേക്ക് വരാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അള്ളാഹു തന്നെയാണ്. വഹുവ യുരീദു മിൻ മസാലിഹിഹിം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത് മിൻ മസാലിഹിഹിം, അവരുടെ നന്മകളിൽ നിന്ന്. അവർക്ക് നന്മ ഉണ്ടാവണം, തന്റെ അടിയാറുകൾക്ക് മസ്ലഹത്ത് വരണം, മസാലിഹുകൾ വരണം, അവരുടെ ഇൻട്രസ്റ്റുകൾ സംരക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു മാലാ യുരീദൂനഹു ലിഅൻഫുസിഹിം, അവർ തന്നെ അവർക്ക് ഉദ്ദേശിക്കാത്ത അത്ര. ഓരോ വ്യക്തിയും എനിക്ക് ഇന്നെന്റെ കാര്യങ്ങൾ കിട്ടണം, നേടണം, തന്റെ മസ്ലഹത്തുകൾ, തന്റെ നന്മകൾ, തന്റെ താല്പര്യങ്ങൾ, ഇന്നതൊക്കെ നേടണം എന്ന് അവൻ കരുതുന്നതിനേക്കാളും അതിൽ കവിഞ്ഞ, അതിൽ കൂടിയ മസാലിഹുകൾ അള്ളാഹു അവർക്ക് ഉദ്ദേശിക്കുന്നുണ്ട്. വഹുവൽ ഗനിയ്യു, മാത്രമല്ല
അള്ളാഹു ഐശ്വര്യവാനാണ്. അല്ലദീ ലഹു അൽ ഗിന അത്താമുൽ മുത്ലഖ്. അള്ളാന്റെ ഗിന, അള്ളാഹ് ഐശ്വര്യവാനാണ്, ഗനിയാണെന്ന് പറഞ്ഞാൽ അവന്റെ വമാ മിഖ്ദാറു ഗിനാഹു, അവന്റെ ഗിന എത്രത്തോളമുണ്ട്. അല്ലദീ ലഹു, അവനാണ്, അൽ ഗിന അത്താമു, പരിപൂർണമായ ഗിന, ഐശ്വര്യം അവനാണുള്ളത്. അൽ മുത്ലഖ്, നിരുപാധികമായ, ഒരു ഉപാധിയില്ലാത്ത, ഒരു ഖൈദില്ലാത്ത, ഒരു നിബന്ധനയില്ലാത്ത, ഒരു ഉപാധിയില്ലാത്ത, അപരിമേയമായിട്ടുള്ള, സമ്പൂർണമായിട്ടുള്ള ഐശ്വര്യത്തിന്റെ ഉടമയാണവൻ. അല്ലദി, അവന്റെ ഐശ്വര്യത്തിന്റെ പൂർണ്ണത മനസ്സിലാക്കണമെങ്കിൽ ഇത് നമ്മൾ കരുതിയാൽ മതി. ലൗ ഇജ്തമഅ അൽ ഖൽഖ്, ലൗ ഇജ്തമഅ അൽ ഖൽഖ്, മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ചു, മിൻ അവ്വലിഹിം വആഖിരിഹിം, അവരിൽപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ആളുകൾ തൊട്ട്, അവരിൽപ്പെട്ടിട്ടുള്ള സൃഷ്ടികളിൽപ്പെട്ടിട്ടുള്ള ആഖിർ, അവസാനത്തെ ആള് വരെ, മുഴുവൻ സൃഷ്ടികളും ഒരുമിച്ച് ചേർന്നു. ഫീ സഈദിൻ വാഹിദിൻ, ഒരേ ഒരു പ്രതലത്തിൽ അവർ ഒത്തൊരുമിച്ച് നിന്നു. എന്നിട്ട് ഫസഅലൂഹു, അവരെല്ലാവരും, മുഴുവൻ സൃഷ്ടികളും അവനോട് ചോദിക്കുന്നു, അവർക്ക് വേണ്ടതൊക്കെ അവർ ചോദിക്കുന്നു. ഫഅഅതാ കുല്ലം മിൻഹും, സൃഷ്ടികളിൽപ്പെട്ട എല്ലാവർക്കും, ഓരോരുത്തർക്കും അവൻ നൽകി. മാ സഅല വതമന്ന, ആ സൃഷ്ടികളിൽപ്പെട്ട ഓരോരുത്തരും ചോദിച്ചതും ആഗ്രഹിച്ചതും മുഴുവനും അല്ലാഹു കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നാൽ ലം യൻഖുസു, അവർക്ക് ഒരിക്കലും കുറക്കാൻ കഴിയില്ല. മിൻ ഗിനാഹു ശൈഅ, അവന്റെ ഐശ്വര്യത്തിൽ നിന്ന്, അവന്റെ ധനത്തിൽ നിന്ന്, അവന്റെ ധന്യതയിൽ നിന്ന് കുറക്കാൻ കഴിയില്ല. ശൈഅൻ, ഒരു ചുക്കും. വലം യൻഖുസു മിമ്മാ ഇൻദഹു, അവർക്ക് അല്ലാഹു കൊടുത്തത്, ആ കൊടുത്തിട്ടുള്ളത് ഒന്നും തന്നെ ചുരുക്കിക്കളഞ്ഞിട്ടില്ല. മിമ്മാ ഇൻദഹു, അവന്റെ അടുക്കലുള്ള, അള്ളാന്റെ അടുക്കലുള്ളതിൽ നിന്ന് ഒട്ടും ഒരു തരിമ്പ് പോലും അത് ചുരുക്കിക്കളഞ്ഞിട്ടില്ല. എത്രയല്ലാതെ ഇല്ലാ കമാ യൻഖുസുൽ ബഹർ ഇദാ ഗുമിസ ഫീഹിൽ മഖീത്, ഒരു സമുദ്രത്തിൽ എന്താ കുറവ് വരിക? അറ്റ്ലാന്റിക് സമുദ്രത്തിന് എന്ത് കുറവാണ്ടാകുക? ഇദാ ഗുമിസ ഫീഹി, അതിൽ മുക്കിയെടുത്താൽ, അൽ മഖീതു, ഒരു നീഡില്, ഒരു സൂചി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുക്കിയെടുത്താൽ ആ അറ്റ്ലാന്റിക് സമുദ്രത്തിന് എന്ത് കുറവാണ് വരിക? അത്ര മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ ഒരു മാറ്റം ഉണ്ടാകാൻ പോണതില്ല. മുഴുവൻ സൃഷ്ടികളും ആദ്യത്തെ ആള് തൊട്ട് അവസാനത്തെ ആളുകൾ വരെ ഒരിടത്ത് നിന്നിട്ട്, ഒരൊറ്റ പ്രതലത്തിൽ നിന്നിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നു. അവർ ചോദിച്ചതും അവർ ആഗ്രഹിച്ചതും മുഴുവനും അള്ളാഹ് കൊടുക്കുകയും ചെയ്താലും അവന്റെ അടുക്കലുള്ളതിൽ നിന്ന് ഒരു തരിമ്പും അത് കുറക്കില്ല. ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ട് നീഡിൽ താഴ്ത്തിയിട്ട് ആ നീഡിലെടുത്താൽ ആ സമുദ്രത്തിന് എന്ത് കുറവാ വരിക? അത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് കാര്യം. ഇതൊക്കെ ഹദീസിൽ വന്നത് പിന്നെ അതിന്റെ ഒരു പരാവർത്തനമാണ്. അത് നേർക്കുനേരെ ഹദീസ് അതേമാതിരി ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രം. അതാണ് സഅദിയുടെ തഫ്സീറിന്റെ പ്രത്യേകത. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മിസ്താഖ് ഖുർആനിലും ഹദീസിലും ഉണ്ടാവും. പക്ഷെ അത് പിന്നെ ഇന്നടത്ത് പറഞ്ഞു, ഇന്നാള് പറഞ്ഞു, ഇങ്ങനെ ഉദ്ധരിച്ചു എന്ന് പറയുന്ന അത്തരത്തിലുള്ള റിവായത്തുകൾ, ആ റിവായത്തിന്റെ സമയങ്ങളില്ലാതെ നേർക്കുനേരെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ പ്രാഥമികമായിട്ട് വായിക്കുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം ഈ തഫ്സീറായി തീരുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഈ പാരഗ്രാഫിൽ അള്ളാഹു എങ്ങനെയാണ്, അവന്റെ അഹ്വാൽ എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പത്തെ പാരഗ്രാഫ് ദുനിയാവിൽ അവർ കണ്ടിട്ടുള്ള ആൾക്കാർ, അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോ ഇത്രയും ഭാഗങ്ങൾ ദുനിയാവിലെ രാജാക്കന്മാരുടെ അവസ്ഥയാണ് പറയുന്നത്. ആദ്യം പറഞ്ഞു വെച്ചത് അവര് ഖിയാസാക്കിയ ഖിയാസ് ഫാസിദാണ്. അവരുടെ ഖിയാസിലുള്ളത് അള്ളാനെയും അതുപോലെ സൃഷ്ടികളെയും സമീകരിക്കലാണ്. അള്ളാഹും സൃഷ്ടികളും തമ്മിലുള്ള വ്യത്യാസം, വലിയ വ്യത്യാസം, അത് ബുദ്ധി കൊണ്ടാണെങ്കിലും നഖൽ കൊണ്ടാണെങ്കിലും ഫിത്രത്ത് കൊണ്ടാണെങ്കിലും സ്ഥിരപ്പെട്ടതാണ് എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം പറഞ്ഞു ദുനിയാവിലുള്ള രാജാക്കന്മാരുടെ അവസ്ഥ എങ്ങനെയൊക്കെയാണ്. അവർക്ക് ഇടയാളന്മാര് വേണം, മധ്യവർത്തന്മാര് വേണം, വിവരം നൽകാൻ ആള് വേണം, മനസ്സിന് കനിവ് തോന്നാത്തപ്പോൾ കനിവ് തോന്നിപ്പിക്കാൻ വേണ്ടി അതിനെ പ്രേരിപ്പിക്കുന്ന ആളുകൾ വേണം. അതുപോലെ തന്നെ അവർക്ക് ശുഫാക്കളും ഉസറാക്കളും വേണം. അവർ തന്നെ ചിലപ്പോൾ ഇവർ പേടിക്കും. അതുകൊണ്ട് തന്നെ അവരാർക്ക് വേണ്ടി ഇടനിലനിന്നു അവരുടെ കാര്യം അവരെന്ത് ചെയ്തു കൊടുക്കേണ്ടി വരും. അതാ മധ്യസ്ഥന്മാരുടെയും ഇടയാളന്മാരുടെയും മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരെ പരിഗണിക്കാൻ വേണ്ടിയാണ്. മാത്രമല്ല ഈ രാജാക്കന്മാർ വലിയ ധന്യരൊന്നും ആയിക്കൊള്ളുന്നില്ല, കുറച്ചു കഴിയുമ്പോൾ അവരുടെ അടുക്കലുള്ളത് കുറയും എന്ന പേടി തന്നെ അവർക്കും ഉണ്ടായിരിക്കും. ഇതാണ് നാട്ടിലെ രാജാക്കന്മാരെ കഥ. എന്നാൽ അള്ളാന്റെ അവസ്ഥ, ആ അവസ്ഥയുമായി അള്ളാഹിനെ താരതമ്യം ചെയ്യാൻ പറ്റൂല. കാരണം അള്ളാഹ്ക്ക്
വിവരമറിയാത്തൊരു പ്രശ്നമല്ല. അവൻ ബവാത്തുനുൽ ഉമൂർ ലവാഹിറുൽ ഉമൂർ എല്ലാം അവന്റെ വിജ്ഞാനം ചുഴിഞ്ഞു നിൽക്കുന്നുണ്ട്. ഒരാളും അള്ളാഹ്ക്ക് അവന്റെ അടിയാറുകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അള്ളാഹ് അർഹമു റാഹിമീനാണ്, അജ്വദുൽ അജ്വദീനാണ്. ഏതെങ്കിലും ഒരാൾ വന്നിട്ട് അള്ളാഹിനോട് തന്റെ അടിയാറുകൾക്ക് കനിവ് കാണിക്കൂ എന്ന് പ്രേരിപ്പിക്കേണ്ടതില്ല. കാരണം അല്ലാഹു അർഹമു ബിഹിം മിൻ അൻഫുസിഹിം വവാലിദീഹിം വഹുവല്ലദീ യഹസ്സുഹും വയദ്ഉഹും ഇലൽ അസ്ബാബ് അല്ലതി യനാലൂന ബിഹാ റഹ്മതഹു വഹുവ യുരീദു മിൻ മസാലിഹിഹിം മാ ലാ യുരീദൂനഹു ലിഅൻഫുസിഹിം. ഓരോരുത്തരും തനിക്ക് ഇന്ന മസ്ലഹത്തുകൾ വേണം, ഇന്ന നന്മകൾ വേണം എന്ന് ഉദ്ദേശിക്കുന്നുവോ അവരുദ്ദേശിക്കാത്ത നന്മകൾ കൂടി അവർക്കുണ്ടാകണമെന്ന് കരുതുന്നവരാണ് അള്ളാഹ്. പിന്നെ അള്ളാന്റെ ഖിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹുൽ ഖിനത്താമുൽ മുത്ലഖ്, പരിപൂർണമായ നിരുപാധികമായ ഖിന അവനാണ്. എത്രത്തോളം ലൗ ഇജ്തമഅൽ ഖൽഖു മിൻ അവ്വലിഹിം വആഖിരിഹിം ഫീ സഈദിൻ വാഹിദ് ഫസഅലൂഹു ഫഅഅത കുല്ലൻ മിൻഹും മാ സഅല വതമന്ന ലം യൻഖുസു മിൻ ഖിനാഹു ശൈഅ. ഒരേ പ്രതലത്തിൽ നിന്ന് എല്ലാവരും അവർക്ക് വേണ്ടതൊക്കെ ചോദിച്ചാൽ അവർ ചോദിച്ചതും അവരാഗ്രഹിച്ചതും മുഴുവനും അള്ളാഹ് കൊടുത്താൽ പോലും അത് അവന്റെ അടുക്കലുള്ള ധന്യതയെ കുറക്കുകയില്ല. അവർക്കുള്ളത് മുഴുവനും കൊടുത്തിട്ട് അള്ളാഹ്ക്ക് കുറവ് വരുന്നതിനെ എങ്ങനെ നമുക്ക് ഉപമിക്കാൻ പറ്റുള്ളൂ? അത് കുറവ് ഇത്രയേ ഉള്ളൂ. കമായൻഖുസുൽ ബഹർ ഇദാ ഗുമിസ ഫീഹിൽ മഖീത്. എന്താണ് ഒരു ബഹറിന് വരുന്ന കുറവ്, ഒരു സമുദ്രത്തിന് വരുന്ന കുറവ്? അതിലൊരു നീഡിൽ താഴ്ത്തിയെടുത്താൽ അത്ര പോലും ഉണ്ടാവൂല. എന്നിട്ട് പറഞ്ഞു വജമീഉ ശുഫആഇ യഖാഫൂനഹു. അള്ളാന്റെ അടുക്കൽ ഭൂലോകത്തുള്ള രാജാക്കന്മാരാണെങ്കിൽ അവര് മന്ത്രിമാരെയും ശുപാർശകരെയൊക്കെ ഒരു ചെറിയൊരു പേടി അവർക്കുണ്ടാകും, ഒരു വേട്ടുണ്ടാകും. ഇവര് കാര്യങ്ങൾ വികലമാക്കി അറിയിച്ചാൽ, ഇവർ നമ്മളെ വല്ല ഒരു അടി വലിച്ചാൽ, പാര വെച്ചാൽ അത് രാജാവിന് ദുഷ്പേരാകും. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു പ്രശ്നമല്ല. അള്ളാന്റെ അടുക്കൽ എല്ലാ ശുപാർശക്കാരും അങ്ങോട്ട് അള്ളാഹിനെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അള്ളാഹ്ക്ക് അവരെങ്ങോട്ടൊരു ഭയമോ ഒരു വേട്ടയോ ആവശ്യമില്ല. ഫലാ യശ്ഫഉ മിൻഹും അഹദുൻ ഇല്ലാ ബിഇദ്നിഹി. ഈ ശുപാർശക്കാരിൽ ഏതെങ്കിലും ഒരു ശുപാർശക്കാരന് അള്ളാന്റെ അടുക്കൽ അവരുദ്ദേശിച്ചത് പറയാൻ കഴിയില്ല. അള്ളാന്റെ പ്രത്യേകമായ ഇതിന് അനുവാദം വാക്കാൽ കൊടുത്താലല്ലാതെ അവർക്ക് ശുപാർശ പറയാൻ കഴിയില്ല. വലഹു ശഫാഅത്തു കുല്ലുഹാ. ശഫാഅത്ത് മുഴുവനും അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്. ആർക്ക് ശുപാർശ പറയാം? ആരുടെ കാര്യത്തിൽ ശുപാർശ പറയാം? എന്ത് വിഷയത്തിൽ ശുപാർശ പറയാം? ഷാഫിഇനെ നിശ്ചയിക്കുന്നത്, മശ്ഫൂഇനെ നിശ്ചയിക്കുന്നത്, മായുഷ്ഫഉ ഫീഹി ശഫാഅത്ത് പറയപ്പെടുന്ന കാര്യം നിശ്ചയിക്കുന്നത് അള്ളയാണ്. അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്ത ആ അളവോളം മാത്രം പറയാനല്ലാതെ ഒരു ശുപാർശക്കാരനും അള്ളാന്റെ അടുക്കൽ പോയിട്ട് സ്വതന്ത്രമായി ശുപാർശ പറയാൻ കഴിയില്ല. വലഹു ശഫാഅത്തു കുല്ലുഹാ ഫബിഹാദിഹിൽ ഫുറൂഖ്. ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഡിഫറൻസസ്, ഈ വ്യത്യാസങ്ങൾ മുഖേന യുഅലമു അറിയപ്പെടുന്നു, മനസ്സിലാക്കാവുന്നതാണ്. ജഹ്ലുൽ മുശ്രിക്കീന ബിഹി. മുശ്രിക്കുകൾക്ക് അള്ളാഹിനെ കുറിച്ചുള്ള വിവരക്കേട്, മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഇടയാളന്മാരെയും മധ്യസ്ഥന്മാരെയും ശുപാർശക്കാരെയും സ്ഥാപിക്കുന്ന മുശ്രിക്കുകൾക്ക് അള്ളാഹിനെ കുറിച്ച് ഒന്നും അറിയില്ല. അവരുടെ ജഹല്, അവരുടെ വിവരക്കേട് നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ മഅലൂമാണ്. ഫബിഹാദിഹിൽ ഫുറൂഖ് യുഅലമു. മുകളിൽ പറഞ്ഞ ഈ വ്യത്യാസങ്ങളിലൂടെ മനസ്സിലാക്കാവുന്നതാണ് യുഅലമു. അത് മജ്ഹൂലായിട്ട് വായിക്കണം. എന്താണ് അറിയാവുന്നത്? യുഅലമു, അറിയാവുന്ന കാര്യം. ജഹ്ലുൽ മുശ്രിക്കീന ബിഹി. അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളുടെ വിവരക്കേട് ഇതുകൊണ്ട് വെളിപ്പെടും, അത് മനസ്സിലാകും. വസഫഹുഹും അൽ അളീം. അവരുടെ വലിയ വിഡ്ഢിത്തവും ഇതിലൂടെ വെളിപ്പെടും. സഫഹുൻ വിഡ്ഢിത്തം, സഫീഹുൻ ഐ ഗബിയ്യുൻ ഫൂൾ വിഡ്ഢിക്കാണ്. സയഖൂലു സുഫഹാഉ മിനൻ നാസ് ഖുർആനിൽ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. സഫഹുൻ അതിന്റെ നൗണാണ്. സഫഹുഹും മുശ്രിക്കുകളുടെ, ഹും എന്നുള്ളത് അൽ മുശ്രിക്കീന ബിഹി, അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകൾ. ആ മുശ്രിക്കീങ്ങളുടെ വിഡ്ഢിത്തം, വങ്കത്വം, വലിയ വങ്കത്വം ഈ പറഞ്ഞതിലൂടെ വെളിവാകുന്നു, അറിയപ്പെടുന്നു. വശിദ്ദത്തു ജറാഅത്തിഹിം അലൈഹി. അവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ കാണിക്കുന്ന ധൈര്യം, ഷിദ്ദത്ത് കാഠിന്യം, ജറാഅത്ത് എന്ന് പറഞ്ഞാൽ തിന്മ ചെയ്യാനുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യാനുള്ള, കുറ്റകൃത്യം പ്രവർത്തിക്കാനുള്ള ആ സാഹസം, ആ ധീരത, അലൈഹി അള്ളാന്റെ മേൽ.
അള്ളാഹിനെ കുറിച്ച് വേണ്ടാത്ത ഇത്തരം കാര്യങ്ങൾ അള്ളാഹിനെ ഈ ദുനിയാവിൽ അറിയപ്പെട്ട രാജാക്കന്മാരെ പോലെ സമീകരിക്കുന്നു, അത്തരം രാജാക്കന്മാരോട് സാദൃശ്യപ്പെടുത്തുന്നു. എന്നിട്ട് അവർ ഇടയാളന്മാരെയും മധ്യവർത്തികളെയും ഒക്കെ നിശ്ചയിക്കുന്നു. അത് എന്തുമാത്രം വലിയ തെറ്റാണ്. അതാണ് അത് ശിദ്ദത്തു ജറാഅത്തിഹിം അലല്ലാഹ്, അള്ളാഹിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ പാതകമാണ്. ആ പാതകം എത്ര കടുത്ത പാതകമാണ് എന്നുള്ളത് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. വയുഅലമു അയ്ളൻ, അതേപോലെ തന്നെ മഅലൂമായി തീരുന്നു, അറിയപ്പെട്ടതായി തീരുന്നു. യുഅലമു ഒക്കെ അൽ മബ്നിയു ലിൽ മജ്ഹൂൽ. അയ്ളൻ ആൾസോ, ഈ കാര്യം കൂടി അൽ ഹിക്മ, ഹിക്മത്തും ഇവിടെ ഈ ഇപ്പൊ പറഞ്ഞ വ്യത്യാസത്തിൽ നിന്ന് ഹിക്മത്തും മനസ്സിലാകും, അറിയപ്പെടും. ഫീ കൗനി ശിർക്ക് ലാ യഗ്ഫിറുഹു അല്ലാഹു തആല, ഷിർക്ക് അല്ലാഹു പൊറുക്കുകയില്ല എന്നതിലുള്ള ഹിക്മത്തും ഇതിലൂടെ മനസ്സിലാകും. ഷിർക്കിനെ പറ്റി നമുക്കറിയാം, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ഷിർക്ക് അല്ലാഹു പൊറുക്കൂല. ഷിർക്കിന് താഴെയുള്ള പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. ഷിർക്ക് പൊറുക്കൂല എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്ത് എന്താ? അതിന്റെ യുക്തി എന്താണ്? അതിന്റെ കാര്യകാരണം എന്താണ്? അത് മുകളിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാകുന്നു. ലിഅന്നഹു യതളമ്മനുൽ ഖദഹ ഫില്ലാഹി തആല, പൊറുക്കൂല എന്ന് പറയാൻ കാരണം ബാക്കി എന്ത് തെറ്റ് ചെയ്യാനെങ്കിലും അത് ചെറിയ ഒരു തലത്തിൽ മാത്രം ഒതുങ്ങുന്നു. ഇത് അങ്ങനെയല്ല. ഷിർക്ക് എന്ന് പറയുന്നത് ഖദഹാണ്, അത് ആക്ഷേപമാണ്, ദുരാരോപണമാണ്, ആക്ഷേപമാണ്. ആരെക്കുറിച്ച്? എന്തിനെക്കുറിച്ച്? ഫില്ലാഹി തആല, ഫീ ദാത്തില്ലാഹി തആല, അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹിന്റെ ദാത്തിനെ കുറിച്ചുള്ള ഖദഹാണ്, ആക്ഷേപമാണ്. ഈ നാട്ടിൽ അറിയപ്പെട്ട ഈ ചോട്ട രാജാക്കന്മാരെ പോലെയാണ് അള്ളാഹ് എന്ന് സമപ്പെടുത്തിയാൽ, ആ രാജാക്കന്മാരോട് സമീകരിച്ചാൽ, അവരോട് താരതമ്യം ചെയ്താൽ, അത് അള്ളാഹുവിന്റെ ദാത്തിനെ എതിരിൽ നടത്തുന്ന അധിക്ഷേപമല്ലേ? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല. മറ്റുള്ള പാപങ്ങളൊന്നും അങ്ങനെ അല്ലാത്തത് കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കുന്നു. ഒരാള് എന്തെങ്കിലും മദ്യപിച്ചു, അല്ലെങ്കിൽ വ്യഭിചരിച്ചു, അല്ലെങ്കിൽ ഒരു മോഷണം നടത്തി, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്തു, ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ഏതെങ്കിലും ചെയ്താൽ ആ തെറ്റുകുറ്റങ്ങളൊന്നും ലൈസ ഖദഹൻ ഫീ ജംബില്ലാഹ്, ലൈസ ഖദഹൻ ഫീ ദാത്തില്ലാഹ്, അള്ളാഹുവിന്റെ ദാത്തിൽ നടത്തുന്ന ഒരു ആക്ഷേപം, അധിക്ഷേപമല്ല. അതുകൊണ്ട് തന്നെ അത് യഗ്ഫിറു ലിമൻ യശാ, അള്ളാഹുവിന് ഉദ്ദേശിക്കുന്നവരോട് പൊറുക്കാം. എന്നാൽ അശ്ശിർക്ക് തസ്വിയത്തുല്ലാഹ് ബിമഖ്ലൂഖാതിഹി, അള്ളാഹിനെ അവന്റെ മഖ്ലൂഖുകളുമായിട്ട് സമപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ അള്ളാഹുവിന് മിഥിലുണ്ട്, തുല്യനുണ്ട് എന്ന് പറയുന്നു, അള്ളാഹിനെ സമീകരിക്കുന്നത്, തുല്യത പറയുന്നത്, അതെല്ലാം യഥാർത്ഥത്തിൽ എന്താണ്? അത് യഥാർത്ഥത്തിൽ ഖദഹുൻ ഫില്ലാഹ് വഫീ ജംബിഹി വഫീ ദാത്തിഹി, അള്ളാഹുവിന്റെ ജംബിൽ, അള്ളാഹുവിന്റെ ദാത്തിൽ നടത്തുന്ന അധിക്ഷേപമാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു അത് പൊറുക്കില്ല എന്ന് പറഞ്ഞതിന്റെ ഹിക്മത്തും ഇതിലൂടെ മഅലൂമായി തീരുന്നു, യുഅലമു മഅലൂമായി തീരുന്നു. അയ്ളൻ ഇക്കാര്യവും. ഏത് കാര്യം? അൽ ഹിക്മത്തു ഫീ കൗനി ശിർക്ക് ലാ യഗ്ഫിറുഹുല്ലാഹ്, ശിർക്ക് ലാ യഗ്ഫിറുഹുല്ലാഹ് എന്നത് അത് അറിയപ്പെടുന്നു. ലിഅന്നഹു യതളമ്മനുൽ ഖദഹ് ഫില്ലാഹ്, അത് അള്ളാഹിനെ കുറിച്ച് തന്നെയുള്ള അധിക്ഷേപമാണ്, അവന്റെ ദാത്തിൽ, അവന്റെ ജംബിൽ നടത്തുന്ന അധിക്ഷേപമാണ്. വലിഹാദാ ഖാല, അതുകൊണ്ട് അള്ളാഹു പറഞ്ഞു, ഹാക്കിമൻ ബൈനൽ ഫരീഖൈൻ, ഈ രണ്ട് വിഭാഗത്തിനുമിടയിൽ വിധിച്ചുകൊണ്ട്, വിധികർത്താവായിക്കൊണ്ട് അള്ളാഹു പറയുന്നു. ഖാല ഹാക്കിമൻ, അള്ളാഹു ഹുക്മു പറയുന്നവനായി, ജഡ്ജ് ചെയ്യുന്നവനായിട്ട് അള്ളാഹു പറഞ്ഞു. ആർക്കിടയിലാണ് അള്ളാഹു വിധി പറയുന്നത്? ബൈനൽ ഫരീഖൈൻ, ഈ രണ്ട് കക്ഷികൾക്കിടയിൽ. ആരാണെന്ന്? ഫരീഖൈൻ, രണ്ട് കക്ഷികളിൽ. അൽ ഫരീഖുൽ അവ്വൽ അൽ മുഖ്ലിസൂൻ വൽ ഫരീഖുസ് സാനി അൽ മുശ്രികൂൻ, അൽ മുഖ്ലിസൂന വൽ മുശ്രിക്കീൻ. ഒന്ന് ഇഖ്ലാസ് കാണിക്കുന്ന ആൾക്കാർ, അവര് അള്ളാഹിനെ മാത്രം റബ്ബും ഇലാഹുമായി സ്വീകരിക്കുന്നു, ഇബാദത്തുകൾ അള്ളാഹുവിന് മാത്രം നൽകുന്നു, ആ ഇബാദത്ത് അവന് നൽകുന്നതിൽ യാതൊരു തരത്തിലുള്ള പങ്കമോ കലർപ്പോ ചേർക്കുന്നില്ല. അവർ മുഖ്ലിസുകളാണ്, മുവഹ്ഹിദുകളാണ്, മുഖ്ലിസുകളാണ്.
രണ്ടാമത്തെ ആളുകൾ മുശ്രിക്കീങ്ങളാണ്. അവർ അള്ളാഹിനെ സമപ്പെടുത്തുന്നു, ബൈനൽ ഖാലിഖ് വൽ മഖ്ലൂഖ്. അവർ അള്ളാഹുവിനെ സാമ്യപ്പെടുത്തുന്നു അവന്റെ മഖ്ലൂഖുകളുമായി. അവർ അള്ളാഹിനെ കാണുന്നത് ദുനിയാവിലെ രാജാക്കന്മാരെ പോലെയാണ്. ഈ രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ ന്യൂനതകളും അള്ളാഹുവിലേക്ക് അവർ ആരോപിക്കുന്നു. അത് ഖദഹുൻ ഫില്ലാ വഫി ജംബി വഫി ദാത്തി, അള്ളാഹുവിനുള്ള അവന്റെ ജംബിലുള്ള അവന്റെ ദാത്തിലുള്ള അധിക്ഷേപമാണ്. ആ രണ്ട് വിഭാഗത്തിനുമിടയിൽ അള്ളാഹു വിധികർത്താവായി കൊണ്ട് പറഞ്ഞു, വഫി ളിംനിഹി, അള്ളാഹു പറഞ്ഞിട്ടുള്ള ആ വിധിയിൽ ഉണ്ട്, അതിന്റെ ഉള്ളടക്കത്തിലുണ്ട്, അത്തഹദീദു ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്കുള്ള വമ്പിച്ച ഒരു ഭീഷണിയുണ്ട്, ഒരു താക്കീതുണ്ട്. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ഇന്നല്ലാഹ യഹ്കുമു ബൈനഹും, നിശ്ചയം അള്ളാഹു അവർക്കിടയിൽ വിധി പറയും കേട്ടോ, വിധിക്കും കേട്ടോ, തീർപ്പ് കൽപ്പിക്കും കേട്ടോ. ഫീമാഹും ഫീഹി യഖ്തലിഫൂൻ, ഏതൊരു കാര്യത്തിലാണോ അവർ ഭിന്നിപ്പുണ്ടാക്കി പോയത് ആ കാര്യത്തിൽ അള്ളാഹു വിധിക്കും. ഒരു കൂട്ടർ അള്ളാഹ് പറഞ്ഞ ദീനിൽ തന്നെ നിന്നു, അത് അത്തൗഹീദ് വൽ ഇഖ്ലാസ്. മറ്റൊരു കൂട്ടർ അതിൽ നിന്ന് അള്ളാഹ്ക്ക് പുറമെ വേറെ ഔലിയാക്കന്മാരെ സ്വീകരിച്ചു. എന്നിട്ട് അവർ ജൽപ്പിച്ചു, മാന അഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, അവർ അള്ളാഹുവിനെയും അവന്റെ സൃഷ്ടികളെയും തമ്മിൽ സമീകരിച്ചു. അവന്റെ സൃഷ്ടികൾക്കുള്ള ദുനിയാവിൽ അറിയപ്പെട്ട രാജാക്കന്മാർക്കുള്ള എല്ലാ ഉയൂബുകളും എല്ലാ നഖായിസുകളും അള്ളാഹുവിന്റെ പേരിൽ ആരോപിച്ചു. വഹുവ ഖദഹുൻ ഫില്ലാ വഫീ ദാത്തില്ലാ വഫീ ജംബില്ലാ. ഇങ്ങനെ ചെയ്തു പോയിട്ടുള്ള ആളുകൾക്കിടയിൽ, അത് ചെയ്യാത്ത മുവഹ്ഹിദുകളും മുഖ്ലിസുകളുമായ ആളുകൾക്കിടയിൽ അള്ളാഹു തീർപ്പ് കൽപ്പിക്കും. ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് വിടുമ്പോ മറ്റൊരു കൂട്ടർ നരകത്തിലേക്ക് വിടും. ഈ സമയം കുറച്ചായി, ഇനി പോകുന്ന ആളുകൾ ഉണ്ടാവും, അതുകൊണ്ട് നിർത്താം. ഇതിൽ ഇനിയും ഒരു പാരഗ്രാഫ് ബാക്കിയുണ്ട്. ഇത്രത്തോളം ദീർഘമായി സാധാരണഗതിയിൽ സാദി കൊടുക്കാറില്ല. അത് കൊടുത്തത് ഈ ആയത്തിന്റെ പ്രാധാന്യം കൊണ്ട് തന്നെയാണ്. അപ്പൊ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു ആയത്തിലേക്ക് പോകാം. പുതിയ ആയത്ത് കിട്ടിയില്ല നിങ്ങൾ കരുതണ്ട. ഈ ഇബാറത്ത് വീണ്ടും നിങ്ങൾ വായിക്കണം. വായിച്ചിട്ട് ആർക്കെങ്കിലും അത് കിട്ടാത്തുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ചെയ്തോ, ഞാൻ ക്ലിയർ ചെയ്തോളാം. ഞാൻ അതിനെ തന്നെ കൂടുതൽ കറങ്ങിയ ഒട്ടും മുന്നോട്ട് പോകാത്ത സ്ഥിതി വരുന്നത് കൊണ്ടാണ് നിർത്തിയത്. അതുകൊണ്ട് ഇതിൽ നമുക്ക് അവസാനിപ്പിക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.